ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ സബ്സ്റ്റാൻഷ്യൽ പ്രൊസീജിയേഴ്സ് ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. ഓക്കെ, അപ്പൊ സബ്സ്റ്റാൻഷ്യൽ പ്രൊസീജിയേഴ്സ് എന്താന്ന് നോക്കാം. ദോസ് ആക്ടിവിറ്റീസ് which are performed by the auditor during substantial testing stage of audit to gather evidence as to completeness, validity, accuracy of account balances, underlying class of transactions and all. അപ്പൊ അതായത് നമ്മുടെ ഓഡിറ്റ് എവിഡൻസ്, മാനേജ്മെന്റ് തരുന്ന ഓഡിറ്റ് എവിഡൻസ് എല്ലാം, നമ്മുടെ വൗച്ചേഴ്സ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും എല്ലാം കംപ്ലീറ്റ് ആണ്, അതെല്ലാം ആക്യുറേറ്റ് ആണെന്ന് ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ വേണ്ടി ഒരുപാട് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ചെയ്യും നമ്മുടെ ഓഡിറ്റർ. അപ്പൊ സബ്സ്റ്റാൻഷ്യൽ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റീസിനെയാ പറയുന്നത്. സബ്സ്റ്റാൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അപ്പൊ എന്തൊക്കെയാണ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാ, ഇപ്പം നമ്മുടെ അസറ്റ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ഇൻവെന്ററിയുടെ ഒരു ഫിഗർ കാണും. ആ ഫിഗറോ അത് തന്നെ ആണെന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി എന്ത് ചെയ്യും, ഫിസിക്കലി എക്സാമിൻ ദ ഇൻവെന്ററി ബാലൻസ് as on balance sheet date as evidence that the inventory shown in accounting records actually exist. ഇനി അത് ആക്ച്വലി അതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ സ്റ്റോക്ക് എല്ലാം ഒന്നുകൂടെ ഒന്ന് ചെന്ന് ഫിസിക്കലി കൗണ്ട് ചെയ്യും. ഇനിയും വേറെ എന്താ, ട്രേഡ് പേയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കൊടുക്കാനുള്ള ക്യാഷ് ആണല്ലോ, അതെല്ലാം ട്രേഡ് പേയബിൾസ് എന്ന് പറയുന്ന ആ ഫിഗേഴ്സ് എല്ലാം നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒന്നുകൂടെ കൺഫർമേഷൻ വാങ്ങും. ഇതൊക്കെ ഇങ്ങനെ കിട്ടാനുള്ളതാണെന്നുള്ള രീതിയിൽ വാങ്ങും. അറേഞ്ച് ഫോർ സപ്ലയേഴ്സ് ടു കൺഫേം ഇൻ റൈറ്റിംഗ് ദ ഡീറ്റെയിൽസ് ഓഫ് എമൗണ്ട് ഓവിങ് അറ്റ് ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ള ട്രേഡ് പേയബിൾസ്, നമ്മുടെ പേയബിൾസ് എല്ലാം കറക്റ്റ് ആണ്, ആ ഫിഗർ കറക്റ്റ് ആണെന്നുള്ളത് നമ്മുടെ സപ്ലയേഴ്സിന്റെ കയ്യിൽ നിന്നോ ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ കൺഫർമേഷൻ വാങ്ങും. ഇനിയും ട്രേഡ് റിസീവബിൾസിന്റെ കൺഫർമേഷൻ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും മാനേജ്മെന്റിനോട് എൻക്വയറി ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഈ ട്രേഡ് റിസീവബിൾസ് ഒക്കെ ആക്ച്വലി കളക്ട് ചെയ്യാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും ബാഡ് ഡെപ്റ്റ് ആവാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നും കൺഫർമേഷൻ അല്ലെങ്കിൽ അവരോടും ചോദിച്ച് മനസ്സിലാക്കും. മേക്ക് ഇൻക്വയറീസ് ഓഫ് മാനേജ്മെന്റ് അബൌട്ട് ദ കളക്ടിബിലിറ്റി ഓഫ് കസ്റ്റമേഴ്സ് അക്കൗണ്ട്സ് ആസ് എവിഡൻസ് ദാറ്റ് ട്രേഡ് ഡെപ്റ്റേഴ്സ് ഇസ് ആക്യുറേറ്റ്. എന്നിട്ട് ട്രേഡ് ഡെപ്റ്റേഴ്സിന്റെ ട്രേഡ് റിസീവബിൾസിന്റെ ആ ഫിഗറും കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തും. അപ്പൊ ഇതൊക്കെയാണ് സം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഈ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുള്ളൂ. ഇതുപോലെ ഓരോ ഓഡിറ്റ് പ്രൊസീജിയേഴ്സും ഇങ്ങനെ ഓരോ ഫിഗറും കറക്റ്റ് ആണെന്നുള്ളത് രീതിയിൽ എല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ദ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്ത് ഫോർമലി എല്ലാം റൈറ്റിംഗിൽ ഓഡിറ്റർ കൊടുക്കുന്നതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പൊ എൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺക്ലൂഡിംഗ് പാർട്ട് ഓഫ് ഓഡിറ്റ് പ്രോസസ് എന്ന് പറയാം. അത് കഴിഞ്ഞു, അപ്പൊ ഓഡിറ്റിംഗ് മൊത്തം കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിന്റെയും കൺഫർമേഷൻ വാങ്ങിച്ചിട്ട് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഓഡിറ്റ് റിപ്പോർട്ട് എഴുതുന്നത്. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് ഗീവ്സ് ദ ഓഡിറ്റേഴ്സ് ഒപ്പീനിയൻ. എന്താണ് ഒപ്പീനിയൻ? ക്വാളിഫൈഡ് റിപ്പോർട്ട് ആണോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അഡ്വേഴ്സ് ഒപ്പീനിയൻ ആണോ, ഇനി വേറെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ ആണോ, ഇനി ചില ഇൻഫർമേഷൻ ഒന്നും കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഓഡിറ്റർ പറയും ആ ഭാഗമൊന്നും എനിക്കറിയില്ല, ഞാൻ ഓഡിറ്റ് ചെയ്ത ഭാഗത്തിൽ കുഴപ്പമൊന്നുമില്ല. ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ചില ഏരിയാസ് എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല, എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. ചില ഏരിയാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല, അപ്പൊ ആ ഭാഗത്ത് എനിക്ക് അതിനുള്ള ലയബിലിറ്റി ഇല്ല. അതാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് റിഫ്ലെക്ട്സ് ദ വർക്ക് done by the auditor. Report is the instrument which measures the auditor's responsibility in regard to true and fair view of the financial statement. Financial statement true and fair ആണെന്നൊക്കെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഓഡിറ്റർ അവിടാണ് എഴുതി വെക്കുന്നത്. അപ്പം ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റും കൂടെ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ റിയൽ പൊസിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി. നമ്മുടെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണല്ലോ, അപ്പൊ നമ്മുടെ ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ പാർട്ടി എടുത്ത് നോക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് നോക്കുക, അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടും എടുത്ത് നോക്കും. അതിനകത്താണല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ചിലപ്പോൾ വായിച്ചാൽ മനസ്സിലാവാത്തവർക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഓഡിറ്ററിന് എന്താ പറയാനുള്ളത് എന്നുള്ളത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ ഓഡിറ്റ് റിപ്പോർട്ടും എക്സ്റ്റേണൽ പാർട്ടീസും നോക്കും. ഇൻവെസ്റ്റർ ആയാലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ളവരൊക്കെ ആണെങ്കിൽ നോക്കാം. അപ്പൊ റിയൽ പൊസിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ കമ്പനി കാണിക്കുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിലാണ്. അപ്പൊ എന്തൊക്കെയാ, audit report is the end product of auditing and it gives the auditor's opinion, reflects the work done by the auditor, പിന്നെ measures the auditor's responsibility, and we get an idea of real position of financial status of the company. ഇനിയും ഓഡിറ്റ് റിപ്പോർട്ടിന്റെ
എലമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഇത്രയും സെഗ്മെന്റ്സ് കാണും, ഇത്രയും പാരഗ്രാഫ്സ് കാണും. ആദ്യം തന്നെ ടൈറ്റിൽ, ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കാണും. അത് കഴിഞ്ഞിട്ട് ആർക്കാണോ അഡ്രസ് ചെയ്യുന്നത്, ആരാണോ അഡ്രസ് ചെയ്യുക, ചിലപ്പോൾ മാനേജ്മെന്റ്, ഇന്റേണൽ ഓഡിറ്ററിന്റെ റിപ്പോർട്ട് ആണെങ്കിൽ മാനേജ്മെന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇനി അല്ല എക്സ്റ്റേണൽ ഓഡിറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ അപ്പോയിന്റ് ചെയ്യുന്നത് ഓഡിറ്ററിനെ, അപ്പം ഷെയർ ഹോൾഡേഴ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്പണിംഗ്, ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ടാവും. അത് കഴിഞ്ഞ് സ്കോപ്പ് പാരഗ്രാഫ് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് നോക്കാം. സ്കോപ്പ് ഉണ്ട്, പിന്നെ അത് കഴിയുമ്പോഴത്തെ ഒപ്പീനിയൻ, എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത്, ഡിസ്ക്വാളിഫൈഡ്, ക്വാളിഫൈഡ് ഒപ്പീനിയൻ, അൺമോഡിഫൈഡ് ഒപ്പീനിയൻ, പിന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടല്ലോ. അതിനകത്ത് ഏതാണ് ഈ ഓഡിറ്റ് കഴിയുമ്പോൾ ഓഡിറ്ററിന് എന്താ പറയാനുള്ളതെന്ന് ഒക്കെ കാണും. പിന്നെ ഡേറ്റ് ഓഫ് റിപ്പോർട്ട്, പ്ലേസ്, പിന്നെ ഓഡിറ്ററിന്റെ സിഗ്നേച്ചർ. ഇതാണ് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഇത്രയും എലമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ബേസിക് ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇനിയും ഓരോന്നിനകത്തും എന്തൊക്കെയാ വരുന്നതെന്നുള്ളത് കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുന്നുണ്ട്, അന്നേരം കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി എന്താണ് ഓപ്പണിംഗ് പാരഗ്രാഫിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് seeks to bring to a notice of users of financial statements. യൂസേഴ്സ് ആരൊക്കെ ആയിക്കോട്ടെ, ഇപ്പോൾ എക്സ്റ്റേണൽ പാർട്ടീസ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇനിയും വേറെ ബാങ്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് തരുന്നവരായിക്കോട്ടെ, അവരുടെയൊക്കെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. ദാറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ ഈസ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ ദ സെന്റ് അക്കൗണ്ട് ബേസ്ഡ് ഓൺ ഓഡിറ്റ് ക്യാരിഡ് ഔട്ട് ബൈ ഹിം. ഓപ്പണിംഗ് പാരഗ്രാഫ് ഒക്കെ യൂഷ്വലി എല്ലാവരുടെയും എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഏകദേശം ഒരുപോലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ through the opening paragraph, the auditor communicates that the basic message that the preparation of financial statements requires management to make significant accounting estimates and judgments as well as to determine the appropriate accounting principles and methods used in preparation of financial statements. അതായത് മാനേജ്മെന്റിന് ഇതിനകത്തൊരു വലിയ റോൾ ഉണ്ട്. മാനേജ്മെന്റ് ചെയ്ത് വെച്ചേക്കുന്ന അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സും പിന്നെ അക്കൗണ്ടിങ് ജഡ്ജ്മെന്റ്സും എല്ലാം, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടെ യൂസേഴ്സിനോട് പറയാം. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഓഡിറ്റർ തന്നെ തീരുമാനിച്ചതല്ല, മാനേജ്മെന്റിന്റെ ഇതിൽ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്, അതിനെ കൂടെ ബേസ് ചെയ്താണ് ഞാൻ ഈ ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളതെന്ന് ഓഡിറ്റർ പറയുന്നു. ഇനി സ്കോപ്പ് പാരഗ്രാഫിലോ, അപ്പൊ ഓപ്പണിംഗ് പാരഗ്രാഫിൽ എന്താ, നമ്മുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റിലോട്ടും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന പോലെ ഓപ്പണിംഗ് പാരഗ്രാഫ്. അത് കഴിഞ്ഞിട്ട് സ്കോപ്പ് പാരഗ്രാഫിൽ വന്നിട്ട് എന്തൊക്കെയായിരുന്നു പ്രൊസീജിയേഴ്സ്, ഈ ഓഡിറ്റിൽ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ദ ഓഡിറ്റ് വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. പിന്നെ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റർ ഈസ് ടു ഗിവ് എ റീസണബിൾ അഷുറൻസ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഒരു അബ്സല്യൂട്ട് അഷുറൻസ് അല്ല, റീസണബിൾ അഷുറൻസേ നമുക്ക് തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു. അതൊക്കെയാണ് സ്കോപ്പ് പാരഗ്രാഫിൽ മെയിൻലി പറയുന്നത്. ഓപ്പണിംഗ് പാരഗ്രാഫിൽ മാനേജ്മെന്റിന്റെ എസ്റ്റിമേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ജഡ്ജ്മെന്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്, പിന്നെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഒക്കെ മാനേജ്മെന്റ് ആണ് ഓപ്റ്റ് ചെയ്തതെന്നുള്ളതൊക്കെ യൂസേഴ്സിനോട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് സ്കോപ്പ് പാരഗ്രാഫിൽ വന്നിട്ട് നമ്മൾ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടത് ആരാ, ഓഡിറ്റർ. ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യേണ്ടത് ആരാ, ഓഡിറ്റർ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ആ പ്രിൻസിപ്പിൾസും ഒക്കെ എടുക്കേണ്ടത് മാനേജ്മെന്റും. അപ്പൊ ആ രണ്ട് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എന്നിട്ട് പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒപ്പീനിയൻ കൊടുക്കും. അത് കഴിഞ്ഞ് സ്കോപ്പ് പാരഗ്രാഫ് കഴിഞ്ഞു പിന്നെ ഒപ്പീനിയൻ കൊടുക്കും, പിന്നെ ഡേറ്റ് ഓഫ് റിപ്പോർട്ട്, പ്ലേസ് ഓഫ് റിപ്പോർട്ട്, ഓഡിറ്റർ സിഗ്നേച്ചർ. ഇതാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ വരുന്നത്. മ്യൂട്ട് ചെയ്യണേ എല്ലാവരും. പിന്നെ ഇങ്ങോട്ട് വന്ന് ഇന്റേണൽ ചെക്ക് ഒന്നും അതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഈ പറയാത്ത ഭാഗങ്ങളൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും അല്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ നോക്കിയിട്ട് പോകാൻ സമയം ഇല്ലാത്തതുകൊണ്ട് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നു, ബാക്കിയൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കണം. പഠിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ അങ്ങനെ. ഇനി ചെക്ക് ലിസ്റ്റ് എന്താ, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ എന്താ. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ ഓഡിറ്റ് സ്റ്റാഫിന് ഫോളോ ചെയ്യേണ്ട കുറെ, ഇപ്പൊ നമ്മൾ ടു ഡു ലിസ്റ്റ് ഒക്കെ പോലെ ഏതൊക്കെ ഏരിയാസിൽ എന്തൊക്കെയാ വേണ്ട, അപ്പൊ എല്ലാം ടിക്കിട്ട് പോകാൻ പറ്റുന്ന പോലെ രീതിയിലുള്ളൊരു ഫ്രെയിം വർക്ക്. അപ്പം ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ
എല്ലാ ഏരിയസ് ഏതൊക്കെ യൂഷ്വലി മിക്കവാറും ഓരോ ഇൻഡസ്ട്രി അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. എന്നാലും യൂഷ്വലി ഒരു ഇത് കാണുമല്ലോ. ആദ്യം നമ്മൾ ചിലപ്പോൾ പുതിയ ഓഡിറ്റ് ആണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് മെമ്പർ ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ആദ്യത്തെ കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഇനി കണ്ടിന്യൂയിങ് ഓഡിറ്റ് ആണെങ്കിൽ അതനുസരിച്ച് ഈ വർഷത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫിന് ഫോളോ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെക്ക് ലിസ്റ്റിലായിരിക്കും ഉണ്ടാകും. പിന്നെ ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും അത് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ അന്നേരത്തെ ആ സർക്കംസ്റ്റാൻസസ് പോലെ ഓക്കെ ഇന്റേണൽ കൺട്രോളിൽ ഇവിടെ ഇച്ചിരി ഡെഫിഷ്യൻസി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻ, അവരോട് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനിയറിൽ മെയിൻലി ഉള്ളത്. ഇനി ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് ദ കമൻസ്മെന്റ് ഓഫ് ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ടഡ് ബാക്ക് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓക്കെ, അപ്പൊ എല്ലാ സെഗ്മെന്റും കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഇവിടേക്കാണ് ഇനിയും ചെയ്യാൻ ഉള്ളത്, എല്ലായിടത്തും ആയോ, നമ്മൾ എല്ലാ ഏരിയസും നമ്മൾ കവർ ചെയ്തു എന്നൊക്കെ നോക്കുന്ന ഒരു സാധനമാണ് ചെക്ക് ലിസ്റ്റ്. പക്ഷേ ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയറോ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആൻഡ് റിപ്പോർട്ടഡ് ബാക്ക് ഇമ്മീഡിയറ്റ്ലി. അന്നേരം തന്നെ നമുക്ക് അതിനുള്ള ഒരു കൺക്ലൂഷനും കിട്ടണം. അങ്ങനത്തെ സംഭവമാണ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് ടു ബി ഫോളോഡ് ബൈ ദം ഡ്യൂറിംഗ് ദ ഓഡിറ്റ് ആൻഡ് റിപ്പോർട്ടഡ് ബാക്ക് അറ്റ് ദ കംപ്ലീഷൻ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു വേരിയസ് പീപ്പിൾ അറ്റ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അത് നമ്മളോട് ചിലപ്പോൾ മാനേജ്മെന്റിലുള്ളവരോടായിരിക്കാം, ചിലപ്പോൾ അവിടുത്തെ എംപ്ലോയീസിനോടായിരിക്കാം. അങ്ങനെ അവരോട് നമുക്ക് ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവുമ്പോൾ അന്നേരം തന്നെ അറിയേണ്ട കാര്യങ്ങൾ. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റേഴ്സ് കൊണ്ടു നടക്കുന്ന, ഓഡിറ്റ് സ്റ്റാഫ് കൊണ്ടു നടക്കുന്ന ഒരു ഡോക്യുമെന്റ്. എന്തൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യേണ്ടത്, നമ്മുടെ പ്രോഗ്രസ് എത്രമാത്രം പ്രോഗ്രസ് ആയി നമ്മുടെ ഓഡിറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റ്. It contains instruction to be followed by audit assistants. It contains questions to be answered by employees of the organization. പിന്നെ it works as a guideline for the audit staff so that no major issues remain unchecked. It is used to collect the information to know about the internal control system and to evaluate the weakness there. അപ്പൊ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റ് സ്റ്റാഫിന്റെ കയ്യിലുള്ളൊരു ഡോക്യുമെന്റ് ആണ്. ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയർ നമ്മൾ എംപ്ലോയീസ് ഓഫ് ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ്. എന്നിട്ട് അവരോട് ചോദിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ടും എല്ലാം ശരിയാണോ, നമ്മൾ ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കൺഫ്യൂഷൻ വേണ്ടി വരുമ്പോഴത്തേക്ക് എംപ്ലോയീസിന് വേറെ, അപ്പൊ ആ കമ്പനിയിലെ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്യുന്ന സാധനം ഈ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റ് സ്റ്റാഫിന്റെ കയ്യിലുള്ള സംഭവമാണ്. അപ്പൊ അതൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യനെയറും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് മൂന്ന് നമ്മൾ ഏകദേശം പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. സാമ്പിളിങ് അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കഴിയുമ്പോഴത്തേക്ക് ടൈപ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഇത് നോക്കണം. ഒന്നെങ്കിൽ ഇന്റേണൽ കൺട്രോൾ തന്നെ പല രീതിയിലാവും. പ്രിവെന്റീവ് കൺട്രോൾ ആവാം, ഡിറ്റക്റ്റീവ് കൺട്രോൾ ആവാം, അതും അല്ലെങ്കിൽ കറക്റ്റീവ് കൺട്രോൾ ആവാം. പ്രിവെന്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എറർ അല്ലെങ്കിൽ ഒരു ഇറഗുലാരിറ്റി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് പ്രിവെന്റ് ചെയ്ത്, ഇപ്പൊ നമ്മൾ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്ന പോലെ നേരത്തെ തന്നെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു ഡെഫിഷ്യൻസി വരാതിരിക്കാൻ, അങ്ങനെ ഒരു എറർ അല്ലെങ്കിൽ ഒരു മാൽ പ്രാക്ടീസ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ അത് മുന്നിൽ കണ്ടിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കുന്നു. എന്തൊക്കെയാവാം? സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. അപ്പം നമ്മൾ ഹൈറാർക്കി വൈസ് ഡ്യൂട്ടീസ് ഒക്കെ സെഗ്രിഗേറ്റ് ചെയ്യും. ഇവരോട് റിപ്പോർട്ട് ചെയ്യണം. ഇനി എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യണമെങ്കിൽ അതിന് അപ്രൂവൽ വേണം. അങ്ങനെ ഒരു ടീം ലീഡർ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. അപ്പോൾ വൺ ഓഫ് ദി മെഷർ ഫോർ പ്രിവെന്റീവ് കൺട്രോൾ ആണ് സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്. പ്രോപ്പർ ആയിട്ട് എല്ലാവർക്കും ഒന്നും എല്ലാ സൈറ്റിലൊന്നും ആക്സസ് ഉണ്ടാവത്തില്ല, എല്ലാ ഫയൽസിനോട്ടും ആക്സസ് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. Duties are segregated among different people to reduce the risk of error or inappropriate action. Responsibilities for authorizing transactions, recording transactions, and handling of related asset are divided. എല്ലാ സ്റ്റോക്കും ഒന്നും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതിനൊക്കെ പ്രത്യേക സ്റ്റാഫ് ഉണ്ട്. അങ്ങനെ എല്ലാ ഇൻഫർമേഷനും എല്ലാവർക്കും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ പ്രോപ്പർ ആയിട്ട് ഒരു സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ ഓഫ് പ്രിവെന്റീവ് കൺട്രോൾ. ഇനി അപ്രൂവൽസ്, ഓതറൈസേഷൻസ് ആൻഡ് വെരിഫിക്കേഷൻ. എന്തെങ്കിലുമൊക്കെ ഹയർ അതോറിറ്റിയോട് ചോദിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്രൂവൽ കിട്ടാതെ എന്തെങ്കിലും എക്സ്പെൻസ് എഴുതിയെടുക്കാൻ പറ്റത്തില്ല, അപ്രൂവൽ കിട്ടാതെ. അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി സെക്യൂരിറ്റി ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ ആക്സസ് ടു എക്യുപ്മെന്റ്, ഇൻവെന്ററി, സെക്യൂരിറ്റീസ്, ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്. അസറ്റ്സ് ആർ പീരിയോഡിക്കലി കൗണ്ടഡ് ആൻഡ് കമ്പയർഡ് ടു എമൗണ്ട്സ് ഷോൺ ഓൺ കൺട്രോൾ റെക്കോർഡ്സ്. അസറ്റ്സ് എല്ലാം സേഫ് ഗാർഡ് ചെയ്ത് വെക്കാം. എല്ലാവർക്കും അസറ്റ്സ് എന്ന് പറയുമ്പോൾ ക്യാഷും അതിനകത്ത് വരുമല്ലോ. നമ്മുടെ ഇൻവെന്ററി, നമ്മുടെ ക്യാഷ്,
അപ്പൊ അതൊന്നും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഇൻവെന്ററി അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോക്ക് ഒക്കെ കൗണ്ട് ചെയ്തിട്ട് നമ്മുടെ റെക്കോർഡ്സുമായിട്ട് മാച്ചിങ് ആണ്. ഈ സ്റ്റോക്ക് ഒക്കെ ചില അതിന് ഇതുള്ള കൺട്രോൾ ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഇനി പുറത്തോട്ട് വരണം, അവർ ഈ മാനേജ്മെന്റ് അറിയാതെ എന്തെങ്കിലും ചെയ്താലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതെല്ലാം ഫിസിക്കലി കൗണ്ട് ചെയ്ത് അതൊക്കെ കമ്പയർ ചെയ്യാം. അപ്പൊ ദീസ് ആർ ദ പ്രിവെന്റീവ് കൺട്രോൾസ്. എന്തൊക്കെയാ? സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ്, അപ്രൂവൽസ്, ഓതറൈസേഷൻ ആൻഡ് വെരിഫിക്കേഷൻ അറ്റ് റെഗുലർ ഇന്റർവെൽസ്, പിന്നെ സെക്യൂരിറ്റൈസേഷൻ ഓഫ് അസെറ്റ്, അതായത് അസെറ്റ്സ് ഒക്കെ കൗണ്ട് ചെയ്ത് സേഫ് ഗാർഡ് ഒക്കെ ചെയ്യാന്നുള്ളതാണ് വൺ ഓഫ് ദ പ്രിവെന്റീവ് കൺട്രോൾ. അത് കഴിഞ്ഞിട്ട് ഡിറ്റക്റ്റീവ് കൺട്രോൾസ്. ഡിറ്റക്റ്റീവ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ ഇത് പ്രിവെന്റീവ് കൺട്രോൾ അത് ഒക്കർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പ്രിവെന്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്തായാലും കാര്യങ്ങൾ സംഭവിച്ചു. ഇനി എന്നിട്ട് അത് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കുക. ഡിസിഗ്നേറ്റഡ് ടു ഫൈൻഡ് എറേഴ്സ് ഓർ ഇറഗുലാരിറ്റീസ് ആഫ്റ്റർ ദേ ഹാവ് ഒക്കേർഡ്. എന്തൊക്കെയാ? റിവ്യൂസ് ഓഫ് പെർഫോമൻസ്. പീരിയോഡിക്കലി ഓരോ ഇതൊക്കെ ബഡ്ജറ്റ്സും ഫോർകാസ്റ്റും പ്രയർ പീരീഡ് ബെഞ്ച് മാർക്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ റിവ്യൂ ചെയ്യാം. മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റ്സ് എല്ലാം ആദ്യമേ ഫോർകാസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് ഇതായിരുന്നു, എത്രത്തോളം മീറ്റ് ചെയ്യാൻ പറ്റി. അതൊരു ഡിറ്റക്റ്റീവ് കൺട്രോൾ ആണ്. ഇനി റീകൺസിലേഷൻ, നമ്മുടെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഒക്കെ പോലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഒരു റീകൺസിലേഷൻ തന്നെ ചെയ്ത് നോക്കാം. എന്തൊക്കെയാ? ദ എംപ്ലോയി റിലേറ്റ്സ് different sets of data to one another, identifies, investigates differences and take corrective action whenever necessary. എന്തെങ്കിലുമൊക്കെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പോലെ എല്ലാ ഫിഗേഴ്സിലും ഏതെങ്കിലുമൊക്കെ ഫിഗേഴ്സ് എല്ലാം മാച്ച് ആവുന്നുണ്ടോ, ഈ ഫയൽ പോലെ തന്നെയാണോ ആ ഫയൽ എന്നൊക്കെ ഇങ്ങനെ എല്ലാം ഒന്ന് റീകൺസിൽ ചെയ്ത് നോക്കുക. അപ്പം റിവ്യൂ ചെയ്യുക, റീകൺസിൽ ചെയ്യുക. അപ്പൊ ഇത് രണ്ടുമാണ് ഡിറ്റക്റ്റീവ് കൺട്രോൾസ് എന്ന് പറയാം. പിന്നെ ഉണ്ട് ഫിസിക്കൽ ഇൻവെന്ററീസ് ഓഡിറ്റ് ചെയ്യുക, ഫിസിക്കലി കൗണ്ട് ചെയ്ത് നോക്കുക. എന്താ വെച്ചാൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഫിസിക്കൽ കൗണ്ടിങ് മറ്റേടത്ത് ആദ്യം പ്രിവെന്റീവിലും ഉണ്ട്, അതുപോലെ തന്നെ ഡിറ്റക്റ്റീവിലും ഉണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യുക? കറക്റ്റീവ് കൺട്രോൾസ് ടാർഗറ്റ് അറ്റ് ദ കറക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഇറഗുലാരിറ്റീസ് ആസ് സൂൺ as they have ഡിറ്റക്റ്റീവ്. അപ്പൊ ഡിറ്റക്റ്റീവ് കൺട്രോൾ ചെയ്തിട്ട് ഓക്കെ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി, ഇനി അതിന് എന്ത് കറക്റ്റീവ് ആക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും, അതൊക്കെയാണ് കറക്റ്റീവ് കൺട്രോൾസിനകത്ത് വരിക. അപ്പൊ എന്തൊക്കെ ടൈപ്പ് കൺട്രോൾസ് ഉണ്ട്? ഒന്നി പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റീവ് കൺട്രോൾസ് ഉണ്ട്, എന്തായാലും നടന്നു അതിനെ കണ്ടുപിടിച്ചിട്ട് പിന്നെ കറക്റ്റീവ് ആക്ഷനും എടുക്കുക. അപ്പൊ കറക്റ്റീവ് കൺട്രോൾസ്, 3 ടൈപ്സ് ഓഫ് കൺട്രോൾ ഓർത്ത് വെച്ചാൽ ഡിറ്റക്ഷൻ, പ്രിവെൻഷൻ, കറക്റ്റ്. പിന്നെ ഈ ഇന്റേണൽ കൺട്രോളിന്റെ ഇതൊക്കെ എളുപ്പമാണ്, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. നാരേറ്റീവ് റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, ഫ്ലോ ചാർട്ട്, ഇന്റേണൽ കൺട്രോൾ ക്വസ്റ്റ്യൻ, ഇതൊക്കെ ഒന്ന് വായിച്ചോ. ഇന്റേണൽ ഓഡിറ്റിന്റെ സെക്ഷൻ 138 ആണ് നോക്കിയിരിക്കണം. ഇനി ഇന്റേണൽ ഓഡിറ്റ് മെയിൻലി 5 ഏരിയസ്. ആരോ മ്യൂട്ട് അല്ലല്ലോ? ഏരിയാസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഏതൊക്കെയാ? റിലയബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ഏതാ? ഇന്റേണൽ കൺട്രോൾ, നേച്ചർ, സ്കോപ്പ്. എവിടെ അത്? എലമെന്റ്സ് ഓഫ് ഇന്റേണൽ കൺട്രോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ഭാഗത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം, അവസാനം പറയാം. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ വരാം. Okay. According to Institute of Internal Auditors, internal auditing 5 areas are mainly പറയുന്നത്. Reliability and integrity of financial and operating information. Internal auditors should review the reliability and integrity of financial and operating information and means used to identify, measure, classify such information. Okay, അപ്പൊ ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ അവിടെ ഉള്ള ഓഡിറ്റർ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മെത്തേഡ് ഓഫ് ഓപ്പറേഷൻസ് ഒക്കെ എപ്പോഴും ആക്സസ് ഉള്ള ഒരാളാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഡേറ്റയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ
പ്രൊക്യൂർ ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആവുന്നത്. അപ്പൊ എല്ലാ സ്റ്റെപ്സിലും ഉള്ള കാര്യങ്ങൾ ആൾക്കറിയാം. അപ്പൊ റിലയബിലിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ, ഈ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണെന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യുകയും ചെക്ക് ചെയ്യുകയും ഒക്കെ വേണം. യൂസ് ടു ഐഡന്റിഫൈ, മെഷർ ആൻഡ് ക്ലാസിഫൈ സച്ച് ഇൻഫർമേഷൻ. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഹെഡിൽ തന്നെയാണോ അത് കറക്റ്റ് ആയിട്ട് വരുന്നതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം എന്നുള്ളതാണ് ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത്. ഏതൊക്കെ ഇൻഫർമേഷൻ, ഫിനാൻഷ്യലും ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷനും ഒക്കെ റിലയബിൾ ആണ്, കറക്റ്റ് ആണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ലോസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റെഗുലേഷൻ. ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഇപ്പം ഏതെങ്കിലുമൊക്കെ ലോ കംപ്ലൈ ചെയ്യേണ്ട ഇതാണ്. ഇപ്പൊ ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ FSSI ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ISI അതൊക്കെ ഫോളോ ചെയ്യേണ്ട കമ്പനി ആണെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കംപ്ലൈ ചെയ്താണോ പോകുന്നത്. ഇനിയിപ്പോ ലിസ്റ്റഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ സെബിയുടെ റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ. അപ്പൊ അങ്ങനെ ഏതൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരിക, അതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ സേഫ് ഗാർഡിംഗ് ഓഫ് അസറ്റ്സ്. ഇന്റേണൽ ഓഡിറ്റർ ഷുഡ് വെരിഫൈ ദ എക്സിസ്റ്റൻസ് ഓഫ് അസറ്റ്സ് ആൻഡ് റിവ്യൂ ദ മീൻസ് ഓഫ് സേഫ് ഗാർഡിംഗ് അസറ്റ്സ്. അസറ്റ്സിനൊക്കെ പ്രോപ്പർ കൺട്രോൾ ഉണ്ടോ, വെയർ ഹൗസിന്റെ സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ കറക്റ്റ് ആണോ, അങ്ങനെ. ഇപ്പൊ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് മാത്രമല്ല, ഏത് അസറ്റും ആയിക്കോട്ടെ, ക്യാഷ് ആയിക്കോട്ടെ, നമ്മുടെ എക്യുപ്മെന്റ് ആയിക്കോട്ടെ, ഏത് അസറ്റ് ആണെങ്കിലും അതിന് പ്രോപ്പർ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളതും അതിന്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഒക്കെ റിവ്യൂ പീരിയോഡിക്കലി ചെക്ക് ചെയ്യണം. ഇനി എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്. റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാൻ പവർ ആയിക്കോട്ടെ, അല്ലാതെ വേറെ നമ്മുടെ റോ മെറ്റീരിയൽസോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം എഫിഷ്യന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ മിനിമം കോസ്റ്റിലാണ് നമ്മൾ അക്വയർ ചെയ്യുന്നത് എന്നുള്ളതും. അല്ലാതെ അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഇന്റേണൽ ഓഡിറ്ററാണ്. എക്കണോമിക്കലി നമ്മൾ അക്വയർ ചെയ്യുകയാണ്, നമുക്ക് നഷ്ടം വന്നിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇന്റേണൽ ഓഡിറ്ററിന്റെ സ്കോപ്പിൽ വരുന്നതാണ്. പിന്നെ അക്കംപ്ലിഷ്മെന്റ് ഓഫ് എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഗോൾസ് ഫോർ ദ ഓപ്പറേഷൻസ്. നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റിനകത്തൊക്കെ പറഞ്ഞായിരുന്നു, റോൾസും ഗോൾസും ഒബ്ജക്റ്റീവ്സും ഒക്കെ നമ്മുടെ മാനേജ്മെന്റ് സെറ്റ് ചെയ്യും. അതൊക്കെ കറക്റ്റ് ആയിട്ട് പീരിയോഡിക്കലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. നമ്മുടെ എസ്റ്റാബ്ലിഷ്ഡ് ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ടാർഗറ്റ്സ് ഒക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളതും ഇന്റേണൽ ഓഡിറ്ററിന്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ 5 ഏരിയാസ് ആണ് വരുന്നത്. എന്തൊക്കെയാ? ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേറ്റിംഗ് ഇൻഫർമേഷൻ ഒക്കെ ചെക്ക് ചെയ്യാം. പിന്നെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് പോവാം. അസറ്റ്സ് ഒക്കെ സേഫ് ഗാർഡ് ചെയ്യാം. പിന്നെ നമ്മുടെ റിസോഴ്സസ്, അതാണ് നമ്മുടെ മെയിൻ ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിപ്പം എംപ്ലോയീസിന്റെ കാര്യം ആയിക്കോട്ടെ, അല്ല നമ്മുടെ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പൊ നമ്മുടെ ഇൻപുട്സ് എല്ലാം കറക്റ്റ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എക്കണോമിക് ആൻഡ് എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഒക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്താം. പിന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അക്കംപ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഇതൊക്കെയാണ് 5 ഏരിയാസ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇനി ഫീച്ചേഴ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, അതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫങ്ഷൻസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അതൊക്കെ ഒന്ന് നോക്കി പോകണം. എല്ലാം വായിച്ചു നോക്കണം. നമുക്ക് ആൾക്കൂടെ രണ്ട് ചാപ്റ്റർ ഉള്ളെങ്കിലും ലെങ്തി ആണ്. എല്ലാ ഏരിയാസും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ആണ് നമ്മൾ ഓടിപ്പോകുന്നത്. പിന്നെ അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് എന്താ? ഇന്റേണൽ ഓഡിറ്റ് മാനേജ്മെന്റിനെ ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യും. അവരാണല്ലോ അപ്പോയിന്റ് ചെയ്യുന്ന നമ്മുടെ ഇന്റേണൽ ഓഡിറ്ററിനെ. എന്തിനാ അഡ്വൈസ് കൊടുക്കാനും കറക്റ്റ് ആയിട്ട് ഒരു എക്സ്പെർട്ട് ആണ്. മാനേജ്മെന്റിന് ഈ കാര്യങ്ങളിലൊന്നും നോളേജ് ഇല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടാണല്ലോ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെന്റിന് എന്താ ഓവറോൾ ഇന്റേണൽ കൺട്രോൾ സിസ്റ്റത്തിന്, പിന്നെ സേഫ് ഗാർഡിംഗ് അഫയേഴ്സ്, ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഫിനാൻഷ്യൽ ഡേറ്റ, ഓപ്പറേഷണൽ ഡേറ്റ ഒക്കെ അനലൈസ് ചെയ്യാം. അങ്ങനെ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു കാറ്റഗറി. പിന്നെ അടുത്ത കഴിഞ്ഞ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ. ഓൾറെഡി ഒരു ഓഡിറ്റർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് ഒരു സമാധാനമാണ്. അപ്പം കൂടുതൽ റിലയൻസ് വേണ്ട, കൂടുതൽ ഫോക്കസ് വേണ്ട കാര്യങ്ങളിൽ പുള്ളിക്ക് എൻഗേജ് ആവാം. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാ അവിടെ ഒരു ഇന്റേണൽ ഓഡിറ്റർ ഉണ്ടെന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് ഓക്കെ, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതൊരു വിശ്വാസം. ഇപ്പൊ റെഗുലർ ഓഡിറ്റ് ചെക്സും റിസൾട്ടിന് ആക്യുറേറ്റ് ആൻഡ് എഫിഷ്യന്റ് അക്കൗണ്ടിങ് സിസ്റ്റം, ഈ അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ കറക്റ്റ് ക്ലാരിറ്റി ഉള്ള ഒരാൾ ഇന്റേണലി ഒരു എംപ്ലോയി ആയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നു പോകുന്നുള്ളത് നമുക്ക് മനസ്സിലാവും.
അപ്പം മാനേജ്മെന്റിന് ഒരു ഹെൽപ്പാണ്, അതിന്റെ പോയിന്റ്സ് ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിന് ഒരു ഹെൽപ്പാണ്. അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും യൂസേഴ്സിനും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ ഒരു ഹെൽപ്പ് കിട്ടും. എങ്ങനെ? ഇന്റേണൽ ഓഡിറ്ററുടെ കയ്യിൽ നിന്ന്. ഓക്കെ, കംപ്ലീഷൻ ഓഫ് അക്കൗണ്ട്സ്. അപ്പൊ ഇമെയിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെ അതുണ്ട്. സേഫ് ഗാർഡിങ് ഓഫ് അസറ്റ്സും ഇൻഫർമേഷൻ കൺട്രോൾ സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്ത് പോവാം. അപ്പൊ അതൊക്കെ തന്നെ. വൗച്ചിങ് വെരിഫിക്കേഷൻ, വൗച്ചിങ്ങും വലിയ കുഴപ്പമുള്ള ഏരിയ അല്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഒക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത ചാപ്റ്റർ കുറച്ചൊരു പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ഓഡിറ്റ് ഉണ്ട്, കമ്പനി സൈഡ്, കുറച്ചുകൂടെ ഒരു സ്കോപ്പ് കൂടുതലായിട്ടുള്ള ചാപ്റ്റർ ആണ്. അത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാത്ത പോർഷൻസ്, പറയാത്ത പോർഷൻസ് ഒന്നുകൂടെ വന്നിട്ട് നോക്കാം. ആദ്യമൊക്കെ പ്രൊവിഷൻ അതേപോലെ തന്നേക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു സമ്മറി വരുന്നുണ്ട്. അത് നോക്കിപ്പോ. അത് തന്നെയാണ് മോളി പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ എല്ലാത്തിനും കൂടി സമ്മറി ആണല്ലോ ഇത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓഡിറ്ററിന് ആരാ അപ്പോയിന്റ് ചെയ്യുന്നത്? ഗവൺമെന്റ് കമ്പനി അല്ല, അതർ ദാൻ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ഫസ്റ്റ് ഓഡിറ്റർ ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. അപ്പം ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് 30 daysനുള്ളിൽ അപ്പോയിന്റ് ചെയ്യണം. ഈ ഡേറ്റും ഈ നമ്പർ ഓഫ് ഡേയ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആരെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, fill in the blanksലും ചൂസ് ദ കറക്റ്റ് ആൻസറിലും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ദ കമ്പനി അതർ ദാൻ എ ഗവൺമെന്റ് കമ്പനി ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ ബൈ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി വിത്തിൻ 90 days at an extraordinary general meeting to appoint the first auditor. അതായത് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 90 daysനുള്ളിൽ അപ്പോയിന്റ് ചെയ്യണം. അപ്പൊ ഒരു എക്സ്ട്രാ EGM വിളിച്ചു കൂട്ടും. അതിന് വേണ്ടിയിട്ട് അപ്പൊ അർജന്റ് മാറ്റർ ഒക്കെ ആയതുകൊണ്ടാണ് EGM വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഡിറ്ററിനെ യൂഷ്വലി ആരെ അപ്പോയിന്റ് ചെയ്യേണ്ടത്? Appointed by board of directors within 30 days from the date of registration of company. ഇനി board of directors appoint ചെയ്തില്ലെങ്കിൽ members of the company at an extraordinary general meeting within 90 days. Within 90 days at an extraordinary general meeting. ഫസ്റ്റ് ഓഡിറ്റ് ഇൻ കേസ് ഓഫ് ഗവൺമെന്റ് കമ്പനി ആണെങ്കിലോ, ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CNDG അവിടെ റോള്. CNDG വിത്തിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓഫ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഡേറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടി കഴിഞ്ഞിട്ട് 60 daysനുള്ളിൽ CNDG അപ്പോയിന്റ് ചെയ്യണം. ഓക്കെ, അപ്പം മറ്റേ കമ്പനി, ഗവൺമെന്റ് കമ്പനി അല്ലാത്ത കമ്പനിക്ക് എത്ര കിട്ടുള്ളൂ? 30 days കിട്ടുള്ളൂ. പക്ഷെ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ 60 days വരെ സമയമുണ്ട്. ഇനി CNDG അപ്പോയിന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആരാ അവിടുത്തെ മെയിൻ ആൾക്കാർ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ നെക്സ്റ്റ് 30 daysനുള്ളിൽ അപ്പോയിന്റ് ചെയ്യണം. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി വിത്തിൻ 60 days അറ്റ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അതായത് നമുക്ക് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ കമ്പനിയുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, ഇപ്പം അതായത് ബോർഡ് മീറ്റിംഗ് പോരാ, നമ്മുടെ മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗ് ഏതാ? ജനറൽ മീറ്റിംഗ്. അപ്പൊ ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിംഗ് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഇങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റർ എത്ര നാൾ അയാളുടെ ടെനർ ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ കമ്പനി ഇൻ ബോത്ത് ദ എബോവ് കേസസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കമ്പനി ആയാലും ഗവൺമെന്റ് കമ്പനി അല്ലെങ്കിൽ അതർ ദാൻ ഗവൺമെന്റ് കമ്പനി ആണെങ്കിലും ഷാൽ ബി ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇപ്പൊ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും പിന്നെ അടുത്ത ഓഡിറ്ററിനെ, സബ്സിക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഡിറ്ററിന് ഗവൺമെന്റ് കമ്പനി ഉണ്ട്, നോൺ ഗവൺമെന്റ് കമ്പനി ഉണ്ട്, അതർ ദാൻ ഗവൺമെന്റ് കമ്പനി ഉണ്ട്. അതർ ദാൻ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ അവിടുത്തെ മെയിൻ ആൾക്കാർ ആരാ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിലോ വിത്തിൻ ബൈ മെമ്പേഴ്സ് ഇൻ ആൻ EGM വിത്തിൻ 90 days. വിത്തിൻ 90 days, അത് കഴിഞ്ഞിട്ടുള്ള 90 daysനുള്ളിൽ മെമ്പേഴ്സ് അപ്പോയിന്റ് ചെയ്യും. ഇനി ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CNDG ആണ് ഏറ്റവും പവർഫുൾ അവിടെ. അപ്പൊ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. CNDG ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റിയില്ല, അവർ അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കും അത് അപ്പോയിന്റ് ചെയ്യുന്ന. അതെങ്ങനെ? വിത്തിൻ നെക്സ്റ്റ് 30 days. ഇനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ
മെമ്പേഴ്സിന്റെ കയ്യിലെ കാര്യങ്ങൾ. അപ്പൊ മെമ്പേഴ്സ് വിത്തിൻ 60 days അറ്റൻഡ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. നമ്പർ ഓഫ് ഡേയ്സ് 3 സ്റ്റേജിലും ഓർത്ത് വെക്കണം. അപ്പൊ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റർ ടിൽ ദ കൺക്ലൂഷൻ ഓഫ് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ ആ ഓഡിറ്റർ തന്നെ ആയിരിക്കും. ഇനി ആ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആയി കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. അറ്റ് ദ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് appoint an individual അല്ലെങ്കിൽ firm as an auditor who shall hold office from the conclusion of that meeting till the conclusion of 6th annual general meeting. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ട് 6th ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ എന്ന് പറയുമ്പോൾ 5 years. 5 years ഒരു ഓഡിറ്റർ ആയിരിക്കും. ഇനി ഇൻഡിവിജ്വൽ ആവാം അല്ലെങ്കിൽ ഫേമും ആവാം ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് 5 വർഷമാണ് ടെനർ. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ട് 6th ആനുവൽ ടിൽ ദ കൺക്ലൂഷൻ ഓഫ് 6th ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ അത് തന്നെ ആയിരിക്കും നമ്മുടെ ഓഡിറ്റർ. അൺലെസ് റിസൈൻ ചെയ്യോ റിമൂവ് ചെയ്യോ ഒന്നും ചെയ്തില്ലെങ്കിൽ യൂഷ്വലി ടെനർ 5 വർഷം വരുന്നത്. ഇനി അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 15 days നമ്മുടെ ഈ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തതല്ല, within 50 days of the meeting the company shall file a notice of such appointment to the registrar. രജിസ്ട്രാറിനെ അറിയിക്കണം ഇതാണ് നമ്മുടെ ഓഡിറ്റർ, ഈ ഫേം ആണ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിറ്റർ എന്നുള്ളത്. MCA രജിസ്ട്രാറിനെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് 15 days ടൈമാണ് ഒരു കമ്പനിക്കുള്ളത്. അപ്പൊ അതൊക്കെയാണ് ഈ കൂളിംഗ് പീരീഡ്. An individual who has completed his term under clause A, അതായത് 5 വർഷം കഴിഞ്ഞു, shall not be eligible for reappointment as the auditor of the same company for 5 years from the completion of his term. അപ്പൊ 5 വർഷത്തേക്ക് ഒരു ഓഡിറ്റർ കഴിഞ്ഞു. സബ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? സബ്സീക്വന്റ് ഓഡിറ്ററോ? സബ്സീക്വന്റ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഫസ്റ്റ് ഓഡിറ്റർ, ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് ആണ്. ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗിന് മുന്നേ തന്നെ നമുക്കൊരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം, ആദ്യത്തെ വർഷം തന്നെ. അപ്പൊ ആദ്യത്തെ വർഷത്തെ ആ ഓഡിറ്റർ, അതാണ് ഫസ്റ്റ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഡിറ്ററിനെ എന്നിട്ട് അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് ആയി കഴിയുമ്പോഴത്തേക്ക്, അടുത്ത ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതിന് മുന്നേ ആനുവൽ ജനറൽ മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. ഇനി EGM-ലൊക്കെ ആയിരുന്നു നമ്മുടെ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ ആനുവൽ ജനറൽ മീറ്റിംഗ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മെമ്പേഴ്സും കൂടി കഴിഞ്ഞിട്ട് ഒരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യും. അതാണ് സബ്സീക്വന്റ് ഓഡിറ്റർ. അപ്പൊ ആ ഫസ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് തൊട്ട് അടുത്ത 6th ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ സബ്സീക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 15 ഡേയ്സിനുള്ളിൽ കമ്പനി രജിസ്ട്രാറിനെ അറിയിക്കണം ഇതാണ് നമ്മുടെ ഓഡിറ്റർ എന്നുള്ളത്. ഇനിയും ആ ഓഡിറ്റർ 5 years ടെനർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ റീഅപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. ഇൻഡിവിജ്വൽ ഹു ഹാസ് കംപ്ലീറ്റഡ് ഹിസ് ടേം അണ്ടർ ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 വർഷം കംപ്ലീറ്റ് ചെയ്തു. shall not be eligible for reappointment as an auditor in the same company for 5 years from the completion of his term. 5 വർഷം ഒരു കൂളിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ കമ്പനി ആ ആളെ തന്നെ പിന്നെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നാലോ, അതുകൊണ്ടാണ് ഈ കൂളിംഗ് പീരീഡ് വെച്ചേക്കുന്നത്. ഇനി ഓഡിറ്റ് ഫേം വിച്ച് ഹാസ് കംപ്ലീറ്റഡ് ദ ടേം, ഇനി നമ്മളൊരു ഫേമിനെ ആയിരുന്നു ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ that firm shall not be reappointed as an auditor in the same company for 5 years from the completion of such term. 5 വർഷം കൂളിംഗ് പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റീഅപ്പോയിന്റ് ചെയ്യാം. ആ ഫേമിനെ തന്നെ നമുക്ക് വേണമെങ്കിലും അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. 5 വർഷം കൂളിംഗ് പീരീഡ് ഉണ്ട്. ഇനി റീഅപ്പോയിന്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇഫ് ഹി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ റീഅപ്പോയിന്റ്മെന്റ്. ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ പറയുന്നുണ്ടല്ലോ, അപ്പൊ ആ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ല. അതുപോലെ തന്നെ ഹി ഹാസ് നോട്ട് ഗിവൻ ദ കമ്പനി എ നോട്ടീസ് ഇൻ റൈറ്റിംഗ് ഓഫ് ഹിസ് അൺവില്ലിംഗ്നെസ് ടു ബി റീഅപ്പോയിന്റ്. ഓഡിറ്റർ വില്ലിംഗ് ആണ് നമ്മുടെ കമ്പനിയുടെ ഓഡിറ്റർ ആയിട്ട് റീഅപ്പോയിന്റ് ചെയ്യാൻ കൂളിംഗ് പീരീഡ് കഴിഞ്ഞിട്ട്. ഇനി സ്പെഷ്യൽ റെസൊല്യൂഷൻ ഹാസ് നോട്ട് ബീൻ പാസ് അറ്റ് ദ മീറ്റിംഗ് appointing some other auditor or providing expressly that he shall not be reappointed. അതായത് സ്പെഷ്യൽ റെസൊല്യൂഷൻ എല്ലാ മെമ്പേഴ്സിനും ഓക്കെ ആണ്, അല്ലാതെ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല ഈ ആള് നമുക്കിനി ഓഡിറ്റർ ആയിട്ട് വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല എന്നുള്ളതും കൂടെ നോക്കിയിട്ട് വേണം റീഅപ്പോയിന്റ് ചെയ്യുന്നെങ്കിൽ റീഅപ്പോയിന്റ് ചെയ്യാൻ. അപ്പം ഡിസ്ക്വാളിഫൈഡ് അല്ലായിരിക്കണം. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റർ പറയുന്നുണ്ടല്ലോ താഴോട്ട് വരുമ്പോൾ അതുണ്ട്. ഡിസ്ക്വാളിഫൈഡ് അല്ല.
ഇനി അതുപോലെ തന്നെ ഓഡിറ്റർ വില്ലിംഗ് ആണ്, ഇനി മെമ്പേഴ്സിനും ഓക്കെ ആണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഒന്നും പാസ് ചെയ്തിട്ടില്ല, ദാറ്റ് നമുക്ക് ഈ ഓഡിറ്ററിനെ ഇനി വേണ്ട എന്നുള്ള രീതിയിലൊന്നും സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ 3 കണ്ടീഷൻസും നോക്കണം. നമ്മൾ ഇനി റീഅപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് 3 ചെക്ക് ചെയ്തിട്ട് വേണം ഓഡിറ്ററിനെ റീഅപ്പോയിന്റ് ചെയ്യാൻ. ഇനി നമുക്കൊരു ഓഡിറ്റ് കമ്മിറ്റി ഏതൊക്കെ കമ്പനീസിനാ വേണ്ടത്? ലോയിലൊക്കെ പഠിക്കുന്നുണ്ട്, അങ്ങോട്ട് വരുമ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഓഡിറ്റ് കമ്മിറ്റി ആണ് shall recommend to the board the name of individual auditor or of an audit firm who may replace the auditor on expiry of the term of such incumbent. അപ്പം ഓഡിറ്റ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ്, അവരുടെ സജഷൻസ് വെച്ചിട്ടാണ് ഓഡിറ്ററിനെ, ഏതിപ്പോ ഫേം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓഡിറ്റർ ആയിക്കോട്ടെ, അവരെയൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അപ്പം ഓഡിറ്റ് കമ്മിറ്റിക്കാണ് കൂടുതലും ഈ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി ഉള്ളത്. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റ് കമ്മിറ്റി ഉണ്ട്. അവരുടെ റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്തിട്ടായിരിക്കും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും തീരുമാനിക്കുന്നത്. ഇനി ഓഡിറ്റ് കമ്മിറ്റി ഇല്ലാത്ത കമ്പനികളാണെങ്കിലോ, ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യാൻ റിക്വയർമെന്റ് ഉള്ള കമ്പനി അല്ല, അങ്ങനത്തെ കമ്പനികളിൽ ബോർഡ് ഷാൽ ഇറ്റ്സെൽഫ് കൺസിഡർ ദ മാറ്റർ ഓഫ് റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ആൻഡ് മേക്ക് റെക്കമെൻഡേഷൻ. ഇനി അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തന്നെ തീരുമാനിച്ചോളൂ. ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻസ് നോക്കും, അല്ലാത്ത പക്ഷം ബോർഡ് തന്നെ തീരുമാനിച്ചോളും. ഇനി റിമൂവൽ, റെസിഗ്നേഷൻ ഓഫ് ഓഡിറ്റർ ആൻഡ് ഗിവിംഗ് സ്പെഷ്യൽ നോട്ടീസ്. ഇനിയിപ്പോ ഇടയ്ക്ക് തന്നെ ഈ പീരീഡ് ഓഫ് 5 ഇയേഴ്സിൽ തന്നെ ഇതിന്റെ ഇടയ്ക്ക് വല്ല ഓഡിറ്ററിനെ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ടോ, ഇനി ഓഡിറ്റർ തന്നെ റിസൈൻ ചെയ്തിട്ട് പോവാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി ഓഡിറ്റർ ഷാൽ ബി അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 139 മേ ബി റിമൂവ്ഡ്. സെക്ഷൻ 139 ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ, റിമൂവൽ 140. ഓക്കെ, അപ്പം മേ ബി റിമൂവ് ഫ്രം ഹിസ് ഓഫീസ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ഹിസ് ടേം ഓൺലി ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ ആവശ്യമുണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് കമ്പനി ആഫ്റ്റർ ഒബ്റ്റെയിനിങ് ദ പ്രീവിയസ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലും നമ്മൾ, കാരണം 5 വർഷത്തേക്കാണ് നമ്മൾ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്തത്, ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്തണമെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ വേണം, അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റും വേണം. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ, ഇപ്പം ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഫോം എന്ന് പറയുന്നത് ഈ ഫോം ADT2. അപ്പൊ ഈ ഫോമിന്റെ നമ്പറും ഓർത്തിരിക്കണം, ഫോമിന്റെ പേരും നമ്പറും ഓർത്തിരിക്കണം. അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് വേണം. ആൻഡ് ആപ്ലിക്കേഷൻ ടു സെൻട്രൽ ഗവൺമെന്റ് ഫോർ റിമൂവൽ ഓഫ് ഓഡിറ്റർ ഷാൽ ബി മെയ്ഡ് ഇൻ ഈ ഫോം ADT2, അതും ഓർത്തിരിക്കണം. ഷാൽ ബി അക്കംപനിഡ് ബൈ ഫീസ്, റിക്വയർഡ് ഫീസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ നമ്മൾ വാങ്ങണം. അത് കഴിഞ്ഞ് കമ്പനിയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ആഫ്റ്റർ ഒബ്റ്റെയിനിങ് പ്രീവിയസ് അപ്രൂവൽ, ആദ്യം സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വാങ്ങണം, അത് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം കമ്പനിയിൽ, എന്നിട്ട് നമുക്ക് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഫോം ADT2, ഈ ഫോം ADT2 അത് ഓർത്തിരിക്കണം. സ്പെഷ്യൽ അത് തന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കാം. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് കമ്പനി ആൻഡ് ആഫ്റ്റർ ഒബ്റ്റെയിനിങ് പ്രീവിയസ് അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ദ ഓഡിറ്റർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 139. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്ററിന്റെ സെക്ഷൻ 139 ആണെന്ന് ഓർക്കണം. മേ ബി റിമൂവ് ഫ്രം ഹിസ് ഓഫീസ് ബിഫോർ ദ എക്സ്പയറി ഓഫ് ഹിസ് ടേം, അതായത് 5 വർഷത്തിന് മുന്നേ. ഇനി ഓഡിറ്റർ ഷാൽ ഫയൽ വിത്തിൻ, ഇനി അത് റിമൂവൽ ആയിരുന്നു. ഇനി റെസിഗ്നേഷൻ ആണെങ്കിലോ ഓഡിറ്ററിന് പോകണം. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റർ ഷാൽ ഫയൽ വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ എ സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രിസ്ക്രൈബ് ഫോം വിത്ത് ദ കമ്പനി ആൻഡ് ദ രജിസ്ട്രാർ. ഓഡിറ്റർ സ്വന്തമായിട്ട് പോയതാ, അപ്പം ആള് തന്നെ, കമ്പനി അല്ല അവിടെ ഫയൽ ചെയ്യേണ്ടത്. 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ. അതിന് മുന്നേ ഓഡിറ്റർ നോട്ടീസ് ഒക്കെ കൊടുക്കും കമ്പനിക്ക്. അത് കഴിഞ്ഞിട്ട് റെസിഗ്നേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് 30 daysനുള്ളിൽ ആരെയൊക്കെ അറിയിക്കണം, കമ്പനിക്കും ഒരു ഇത് കൊടുക്കണം, സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രിസ്ക്രൈബ് ഫോം. അത് ഏതാ ഫോം എന്നുള്ളതൊന്നും പറയുന്നില്ല, അത് പഠിക്കണ്ട. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം, ആർക്കൊക്കെ, കമ്പനിക്കും കൊടുക്കണം, രജിസ്ട്രാറിനും വിത്തിൻ 30 days അറിയിക്കണം. വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എ സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രിസ്ക്രൈബ് ഫോം indicating the with the company and the registrar. In case a government company ആണെങ്കിൽ auditor shall send such statement with C&AGയും കൂടെ അറിയിക്കണം, indicating the reason and the other facts with regards to his resignation. ഓഡിറ്ററിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി, ഇഷ്ടപ്പെട്ടില്ല, ചിലപ്പം ഓഡിറ്റർ എന്തെങ്കിലും കമ്പനിയുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കൊണ്ടായിക്കോട്ടെ റിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ C&AGയെ അറിയിക്കണം, അല്ലാത്ത പക്ഷം രജിസ്ട്രാറിനെ അറിയിക്കണം വിത്തിൻ 30 days. ഇനി
ഇവിടെ വരുന്ന ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റ്, എലിജിബിലിറ്റി, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അണ്ടർ സെക്ഷൻ 141. ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ആൻ ഓഡിറ്റർ ഓൺലി ഇഫ് ഹി ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പറ്റുള്ളൂ. ഇനി ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിലോ majority of partners ആരായിരിക്കണം? ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആയിരിക്കണം. ഫേം where majority of partners are practicing in India are qualified for appointment as aforesaid may be appointed by the firm name to be the auditor of company. ഫേമിനെ ആണെങ്കിൽ അവിടെ majority of partners ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആയിരിക്കണം. ഇനി ഫേം വേറെ ഫേം ഇൻക്ലൂഡ് ഇനി ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ആർക്കെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള പാർട്ണറിന് മാത്രമേ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓതറൈസ്ഡ് ആൻഡ് സൈൻ ഓൺ ബിഹാഫ് ഓഫ് ഫേം. അപ്പം ചാർട്ടേഡ് അക്കൗണ്ടിനെ പറ്റുള്ളൂ. ഇൻഡിവിജ്വൽ ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ മജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ആയിരിക്കണം. ഇനി ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെയാണ് LLP ആണ് നമ്മുടെ ഓഡിറ്റർ എങ്കിൽ ഇനി പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന് മാത്രമേ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഫോളോയിങ് പേഴ്സൺസ് ആർ നോട്ട് എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ഓഡിറ്റർ ഓഫ് കമ്പനി. ആർക്കൊക്കെ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല? എ ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP. ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസിനെ ഒന്നും നമുക്ക് ഒരു ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്ന ഇത് കമ്പനി ആവാൻ പാടില്ല എന്ന് വെച്ചാൽ ബോഡി കോർപ്പറേറ്റിനെ ഒന്നും നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ LLP ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്, LLPക്ക് പറ്റും. ബോഡി കോർപ്പറേറ്റ് അതർ ദാൻ LLP രജിസ്റ്റേർഡ് അണ്ടർ LLP ആക്ട്. LLP അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, വേറെ ഒരു ബോഡി കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനീസിനെ ഒന്നും നമ്മൾ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദ കമ്പനി. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ഓഡിറ്ററിന്റെ ഡിസിഷൻസ് ഒപ്പീനിയൻ ഒന്നും ബയസ്ഡ് ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കമ്പനിയായിട്ട് ബന്ധമുള്ള ആളുകളെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് കമ്പനിയെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എ പേഴ്സൺ ഹു ഇസ് എ പാർട്ണർ ഓർ ഹു ഇസ് ഇൻ എംപ്ലോയ്മെന്റ് ഓഫ് ഓഫീസർ എംപ്ലോയി ഓഫ് ദ കമ്പനി. നമ്മുടെ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് എ കമ്പനിയെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഓഫീസർ ഓർ എംപ്ലോയിയുടെ പാർട്ട്ണറിനെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതായത് ഒരു രീതിയിലും കമ്പനിയായിട്ട് ബന്ധമുള്ള ആളായിരിക്കരുത്. ഇനി റിലേറ്റീവ് പേഴ്സൺ ഓർ ഹിസ് റിലേറ്റീവ് ഓർ പാർട്ണർ ഈസ് ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി. ഈ കമ്പനിയിലാവാം അല്ലെങ്കിൽ അതിന്റെ സബ്സിഡറിയിലോ ഹോൾഡിംഗ് കമ്പനിയിലോ അസോസിയേറ്റ് കമ്പനിയിലോ ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളോ ആളുടെ റിലേറ്റീവിനെയോ ആളുടെ പാർട്ട്ണറിനെയോ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ കമ്പനി, അത് ഓഡിറ്ററിന്റെ പാർട്ട്ണർ, അതുപോലെ തന്നെ ഓഡിറ്ററിന്റെ റിലേറ്റീവിനെ, ഇവരെ ഒന്നും നമുക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പനിയായിട്ട് എന്തെങ്കിലും ഇൻട്രസ്റ്റ്, അതായത് കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യോ എന്തെങ്കിലും ഈ കമ്പനിയുടെ അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനിയുടെ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനിയുടെ അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയുടെ ഏതെങ്കിലും രീതിയിൽ ഈ ആൾക്കോ ആളുടെ റിലേറ്റീവിനോ പാർട്ട്ണറിനോ ബന്ധമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി ഓർ ഇറ്റ് സബ്സിഡിയറി അല്ലെങ്കിൽ അതിന്റെ ഹോൾഡിംഗ് കമ്പനി അതിന്റെ അസോസിയേറ്റ് കമ്പനി, ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇൻട്രസ്റ്റ് തന്നെ ആവണം എന്നില്ല, ഷെയർസ് പർച്ചേസ് ചെയ്യണം തന്നെ ഇല്ല. ഈസ് ഇൻഡക്റ്റഡ് ടു ദ കമ്പനി ഓർ ഇറ്റ് സബ്സിഡിയറി കമ്പനി ഹോൾഡിംഗ് കമ്പനി അസോസിയേറ്റ് കമ്പനി. ഏതെങ്കിലും രീതിയിൽ കമ്പനി ലോൺ കൊടുത്തിട്ടുണ്ട്, അത് ഇൻഡക്റ്റഡ് ആണ് ആ കമ്പനിയോടെങ്കിൽ അതും പറ്റില്ല. ഇനി ഹാസ് ഗിവൺ ഗ്യാരണ്ടി ഓർ പ്രൊവൈഡ് എനി സെക്യൂരിറ്റി ഇൻ കണക്ഷൻ വിത്ത് ഇൻഡക്റ്റഡ്നെസ് ഓഫ് എനി തേർഡ് പേഴ്സൺ. ആള് നേരിട്ട് ലോൺ ഒന്നും എടുത്തിട്ടില്ല, പക്ഷെ ഒരു തേർഡ് പാർട്ടിയുടെ ലോണിന് ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ആള് തന്നിട്ടില്ലെങ്കിൽ ഞാൻ തന്നേക്കാന്ന് പറഞ്ഞ അങ്ങനത്തെ ആളുകൾക്കും അങ്ങനത്തെ ചാർട്ടേഡ് അക്കൗണ്ടിനെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഒന്ന് ഡയറക്റ്റ് ഒരു ഇൻഡക്റ്റഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലും പറ്റില്ല. ഇനി എ പേഴ്സൺ ഓർ എ ഫേം വെദർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഹാസ് എനി ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ഓർ ഇറ്റ് സബ്സിഡിയറി. നേരത്തെ എന്തെങ്കിലും ഒരു ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലോ ആ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ അതിന്റെ സബ്സിഡിയറി കമ്പനിയായിട്ടോ അസോസിയേറ്റ് കമ്പനിയായിട്ടോ ഒക്കെ എന്തെങ്കിലും ബിസിനസ് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എ പേഴ്സൺ ഹൂസ് റിലേറ്റീവ് ഇസ് എ ഡയറക്ടർ ഓർ ഈസ് എൻ എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി. നമ്മൾ ഓഡിറ്റർ ആയിട്ട് ഉദ്ദേശിച്ചിട്ടിരിക്കുന്ന ആളുടെ റിലേറ്റീവ് നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിലും പറ്റില്ല, അല്ലെങ്കിൽ ഡയറക്ടർ തന്നെ ആവണമെന്നില്ല, അവിടുത്തെ ഒരു എംപ്ലോയി ആണെങ്കിലും പറ്റില്ല.
A person who is in full-time employment elsewhere, or a person or a firm holding appointment as an auditor, if such person or partner at the time of appointment or reappointment is holding appointment as an auditor of more than 20 companies. So, 20 companies in the audit ഒരാൾക്ക് ഒരു സമയം എടുക്കാൻ പറ്റത്തുള്ളൂ. 20 എന്നുള്ളതാണ് സീലിംഗ് ലിമിറ്റ്. ഇപ്പൊ 20 കമ്പനീസിന്റെ ഓഡിറ്റ് ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ പിന്നെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ വേറെ എവിടെയെങ്കിലും ഫുൾ ടൈം എംപ്ലോയ്മെന്റിൽ ഇരിക്കുന്ന ആളാണ്, ഓൾറെഡി ജോബിലാണ്, അങ്ങനെ പ്രാക്ടീസിങ് അല്ല, ഓൾറെഡി എവിടെ ജോബിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് ഓഡിറ്റർ ആയിട്ട്, ആൾക്കും കാണും മെമ്പർഷിപ്പ് നമ്പറും ഒക്കെ, പക്ഷെ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹി ഈസ് ഇൻ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് വിത്ത് എനി അതർ കമ്പനി. ഇനി അതുപോലെ തന്നെ 20 കമ്പനിയുടെ ഓഡിറ്റ് ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിലും പറ്റില്ല. പിന്നെ a person who has been convicted by court of an offense, എന്തെങ്കിലും കേസ് ഒക്കെ ഉള്ളത്, അല്ലെങ്കിൽ ഫ്രോഡ് ഓഫ് an offense involving fraud, എന്തെങ്കിലും ഫ്രോഡ് കേസുകളിലൊക്കെ ഓൾറെഡി കൺവിക്റ്റഡ് ആണെങ്കിൽ ആളെ നമുക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. A person who directly or indirectly renders any service referred to in section 144. സെക്ഷൻ 144 എന്തൊക്കെയാ സർവീസ് വരുന്നത് എന്നുള്ളത് താഴെട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സർവീസ് റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിലും പറ്റില്ല. അതായത് ഇപ്പൊ കമ്പനിക്ക് ഓൾറെഡി എന്തെങ്കിലും ആക്ച്വൽ സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സർവീസ് ഓൾറെഡി കൊടുക്കുന്ന ഒരാൾ തന്നെ ആണെങ്കിൽ, അതായത് കമ്പനിയായിട്ട് നേരത്തെ റിലേഷൻഷിപ്പ് ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ദീസ് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഫോർ അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ. ആദ്യം പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. പിന്നെ ഫേമിനെയാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതെങ്കിൽ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കണം. പിന്നെ ഇനിയും ഫേമിനെ ആണെങ്കിൽ ആർക്കെ സൈൻ ചെയ്യാൻ പറ്റുള്ളൂ? പേഴ്സൺ ഹു ആർ ചാർട്ടേഡ് പാർട്ട്നേഴ്സ് ഹു ആർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ക്യാൻ ഓൺലി ബി ഓതറൈസ്ഡ് ടു സൈൻ ആൻഡ് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ഫേം. പിന്നെ ബോഡി കോർപ്പറേറ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ LLP അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ഓഫീസർ ഓർ എംപ്ലോയി അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പാർട്ട്ണർ, ഓഫീസർ ഓർ എംപ്ലോയിയുടെ പാർട്ട്ണറിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു പേഴ്സൺ, ഈ ഓഡിറ്ററായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആള് അല്ലെങ്കിൽ ആളുടെ റിലേറ്റീവ് പാർട്ട്ണർ ഈസ് ഹോൾഡിംഗ് എനി സെക്യൂരിറ്റി ഓർ ഇൻട്രസ്റ്റ് ഇൻ ദ കമ്പനി, അല്ലെങ്കിൽ ഇൻഡെറ്റഡ് ടു ദ കമ്പനി, അതും അല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് ഇൻഡെറ്റഡ്നെസ്സിന്, അങ്ങനെയുള്ളവരെ ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്തെങ്കിലും ബിസിനസ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ഉണ്ട്, അങ്ങനെയുള്ളവരെ പറ്റില്ല. പിന്നെ നമ്മുടെ ഓഡിറ്ററിന്റെ റിലേറ്റീവ് നമ്മുടെ കമ്പനിയിൽ തന്നെ ഡയറക്ടർ ആണെങ്കിൽ പറ്റില്ല. ഇനി ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഇരിക്കുന്നവർക്ക് പറ്റില്ല. 20 ഓഡിറ്റ് ഓൾറെഡി ഹാൻഡിൽ ചെയ്യുന്നവർക്ക് പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഫ്രോഡ് കേസുകളിൽ കൺവിക്റ്റഡ് ആണെങ്കിൽ പറ്റില്ല. പിന്നെ സെക്ഷൻ 144 സർവീസസ് റെൻഡർ ചെയ്യുന്ന ആളെ നമുക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പൊ ഇത് വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് അങ്ങനെ ചോദിക്കുന്നില്ല. പിന്നെ ബ്ലാങ്ക്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കേസ് തന്നിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇയാളെ നമുക്ക് ഡയറക്ടർ അല്ലല്ലോ ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കാം. അപ്പം എല്ലാ പോയിന്റും വായിച്ചു നോക്കണം, മനസ്സിലാക്കിയിരിക്കും. അല്ലെങ്കിൽ ഡയറക്ട്ലി എല്ലാ ഡിസ്ക്വാളിഫിക്കേഷൻസും ഒക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതൽ, കാരണം കുറെ ഉണ്ടല്ലോ, അപ്പൊ 10 മാർക്കിന് വല്ലതും ചോദിക്കേണ്ടി വരും. അപ്പം പിന്നെ അങ്ങനെ ചോദിക്കത്തില്ലല്ലോ. ഇനി റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ ഷാൽ ബി ഫിക്സ്ഡ് ഇൻ ദ ജനറൽ മീറ്റിംഗ്. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ നമ്മുടെ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം ജനറൽ മീറ്റിംഗിലാണ് ഓഡിറ്ററിന്റെ റെമ്യൂണറേഷൻ ഒക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇനി ഓഡിറ്ററിന്റെ പവറും ഡ്യൂട്ടീസും ഒക്കെ എന്തൊക്കെയാണ് പവേഴ്സ്, എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? പവേഴ്സ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ആക്സസ് all books of account, vouchers of company, whether kept at the registered office, or he is entitled to require from the officers of company such information and explanation which may be considered necessary for the performance of his duties. ഓഡിറ്ററിന് നമ്മുടെ വൗച്ചേഴ്സ് എല്ലാ ഡോക്യുമെന്റ്സും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ വേണമെങ്കിൽ ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമുക്കത് റിക്വയർ ചെയ്യാനുള്ള ആ ഒരു എൻറ്റൈറ്റിൽമെന്റും ഉണ്ട്. ഇനി എന്തൊക്കെയാണ് ചോദിക്കാൻ അധികാരമുള്ള കാര്യങ്ങൾ? മാനേജ്മെന്റിനോട് എന്തൊക്കെ ചോദിക്കാൻ പറ്റും? whether loans and advances made by the company on the basis of security have been properly secured ആണോ, നമ്മുടെ ലോൺസും അഡ്വാൻസസും ഒക്കെ പ്രോപ്പർലി സെക്യൂർഡ് ആണോ, അതിന്റെ ടേംസ് ഒക്കെ കറക്റ്റ് ആണ്, ടേംസ് ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ പ്രീജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി ഓർ മെമ്പേഴ്സ്, അത് നമ്മുടെ കമ്പനിയോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നത് പോലാണോ, എന്തെങ്കിലും ഹാർംഫുൾ ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റിനെ ഏതെങ്കിലും രീതി ബാധിക്കുന്ന രീതിയിൽ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ടോ, ഒക്കെ പ്രോപ്പർലി സെക്യൂർഡ് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മാനേജ്മെന്റിനോട് ചോദിക്കാം. അത് പവേഴ്സ് ഓഫ് ഓഡിറ്ററിൽ വരുന്ന ഒരു കാര്യമാണ്.
But the transactions of company which are represented merely by book entries are prejudicial to the interest of company. Transactions ഒക്കെ കറക്റ്റ് ആണോ, അത് എന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും കമ്പനിയുടെ ട്രാൻസാക്ഷൻസ് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ ഷെയർ ഹോൾഡേഴ്സിനോടാണ് നമ്മുടെ ഈ എക്സ്റ്റേണൽ ഓഡിറ്ററിന് കൂടുതൽ ഒരു ഇത്. കാരണം അവരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, അവരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഇൻട്രസ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്ന പോലത്തെ ഡിസിഷൻസ് ഈ കമ്പനിയിൽ നടക്കുന്നുണ്ടോ? അപ്പം ട്രാൻസാക്ഷൻസ് ഓഫ് കമ്പനി വിച്ച് ആർ റെപ്രസെന്റഡ് ബൈ ബുക്ക് എൻട്രീസ് പ്രെജുഡീഷ്യൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് കമ്പനി ആണോ? പിന്നെ വെദർ the company not being an investment company, assets of the company such as shares, debentures or any other securities have been sold at a price less than they were purchased. അതായത് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണെങ്കിൽ അവർ ഡേ ടു ഡേ ഇതിൽ കുറെ ഷെയർസും ഒക്കെ, ഇൻവെസ്റ്റ്മെന്റ് കമ്പനി ആണെങ്കിൽ ഷെയർസും ഡിബെഞ്ചേഴ്സിലൊക്കെ എപ്പോഴും ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ പ്രൈസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഇരിക്കും. ഈ നമ്മുടെ ഈ കമ്പനി ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ലാന്നിരിക്കട്ടെ, അല്ലാത്ത പക്ഷം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വാങ്ങിച്ച വിലയെക്കാളും കുറച്ച് വിൽക്കും എന്ന് പറയുന്നത് അതൊരു നഷ്ടമാണ്. അപ്പം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ വാങ്ങിച്ച വിലയേക്കാളും ഒരുപാട് കുറച്ചാണ് എപ്പോഴും അത് സെല് ചെയ്ത് പോകുന്നത് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. Where the company which is not being an investment company with assets purchased by the company which consists of shares, debentures, other securities have been sold at a price less than at which they were purchased by the company. അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യാം. The loans and advances made by the company have been shown as deposits. ലോൺസ് അഡ്വാൻസസ് ഒക്കെ കൊടുത്തിട്ടുള്ള എംപ്ലോയി ലോൺസ് അതുപോലെ എന്തെങ്കിലും ഷോർട്ട് ടേം ലോൺസ് ഒക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഇൻവെസ്റ്റ്മെന്റ് ഡെപ്പോസിറ്റ് ആയിട്ടാണോ കാണിച്ചിട്ടുള്ളത്, എന്തെങ്കിലുമൊക്കെ ഹെഡ് മാറിയാണോ കിടക്കുന്നത്, അതൊക്കെ ഒന്നുകൂടെ ഒന്ന് എൻക്വയറി ചെയ്യാം. Whether personal expenses have been charged to revenue account, അതായത് ഡയറക്ടേഴ്സിന്റെ ഒക്കെ എന്തെങ്കിലും പേഴ്സണൽ എക്സ്പെൻസ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റവന്യൂ കമ്പനിയുടെ ബിയാൻഡിൽ നിന്നാണോ പോയേക്കുന്നത് എന്നൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പിന്നെ ഷെയർസ് ഹാവ് ബീൻ അലോട്ടഡ് ഫോർ ക്യാഷ് വിത്ത് ക്യാഷ് ഹാസ് ആക്ച്വലി ബീൻ റിസീവ്ഡ്. നമ്മുടെ അലോട്ട്മെന്റ് ഓഫ് ഷെയർസിനൊക്കെ ക്യാഷ് ഒക്കെ ആക്ച്വലി കിട്ടിയിട്ടുണ്ടോ, എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ഓഡിറ്ററിന് ചെക്ക് ചെയ്യാം. അപ്പം എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട് ആക്സസ് ചെയ്യാനുള്ള ഇതുണ്ട്. അതുപോലെ തന്നെ എപ്പോഴെങ്കിലും മാനേജ്മെന്റിന്റെ ഓഫീസേഴ്സിന്റെ ഇൻഫർമേഷൻ ഒക്കെ വേണമെങ്കിൽ അത് ചോദിക്കാം. ലോൺസ് ആൻഡ് അഡ്വാൻസസ് നോക്കാം. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, അതർ സെക്യൂരിറ്റീസ്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ സെല്ലിംഗ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ട്രാൻസാക്ഷൻസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻ കമ്പനിയുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ ട്രാൻസാക്ഷൻസ് ഉണ്ടോ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെ ഡെപ്പോസിറ്റ് ഹെഡ് മാറി കിടപ്പുണ്ടോ, പേഴ്സണൽ എക്സ്പെൻസസ് ഒക്കെ റവന്യൂ അക്കൗണ്ടിലോട്ട് പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്ററിന്റെ പവേഴ്സിൽ വരുന്നതാണ്. Auditor shall make report to members of company on accounts examined by him and on every financial statements. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്യും ഓഡിറ്റർ, അത് ഡ്യൂട്ടിയിൽ വരുന്നതാണ്. പിന്നെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഷാൽ ഓൾസോ സ്റ്റേറ്റ് വെദർ ഹി ഹാസ് sought and obtained all the information explanation. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ ഇതൊക്കെ ഡ്യൂട്ടീസ് വരുന്നത്. ആദ്യം പറഞ്ഞത് പവേഴ്സ്, അത് ആക്സസ് ചെയ്യാൻ പറ്റും, അതൊക്കെ എൻടൈറ്റിൽമെന്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പവേഴ്സിനകത്ത് വരുന്നതും. ഓക്കെ, ഇപ്പൊ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കാന്നുള്ളത്. അതിനകത്ത് ഇപ്പൊ എല്ലാ ഇൻഫർമേഷൻ കിട്ടിയോ, എല്ലാ എക്സ്പ്ലനേഷനും സഫീഷ്യന്റ് ആണോ, പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ നമ്മുടെ കമ്പനി, ഇനി എന്തെങ്കിലും ബ്രാഞ്ച് ഓഫീസിന്റെ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർ ആണോ, അതിന്റെ ഒക്കെ കറക്റ്റ് ബ്രാഞ്ച് ഓഡിറ്ററിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടോ, ആ റിപ്പോർട്ടൊക്കെ സഫീഷ്യന്റ് ആണോ എന്നുള്ളത്. പിന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും P&L-ഉം എഗ്രിമെന്റ് വിത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് റിട്ടേൺസ് ഒക്കെ ആണോ, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്തെങ്കിലും അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടോ, പിന്നെ ഡയറക്ടർ ഡിസ്ക്വാളിഫൈഡ് ആണോ, ഡയറക്ടറിന്റെ ഡിസ്ക്വാളിഫിക്കേഷൻ ഏതാ, സെക്ഷൻ 164. നമ്മുടെ സെക്ഷൻ 164 കമ്പനീസ് ആക്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് ഏതെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇതൊക്കെയാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിനകത്ത് മെയിൻലി ഉള്ളത്. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ റെഡി ആണോ എന്നുള്ളത് നോക്കിയിട്ട് പറയാമെന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഇനി വേറെ എനി മാറ്റേഴ്സ് റിക്വയർഡ് ടു ബി ഇൻക്ലൂഡ് ഇൻ ഓഡിറ്റ് റിപ്പോർട്ട് വെദർ അണ്ടർ ദിസ് സെക്ഷൻ ഈസ് ആൻസർ ഇൻ ദ നെഗറ്റീവ് ഓർ വിത്ത് എ ക്വാളിഫിക്കേഷൻ റിപ്പോർട്ട് ഷാൽ ഓൾസോ ഇൻഡിപെൻഡ്. നമ്മുടെ ഓഡിറ്ററിന് എന്തെങ്കിലും അഡ്വേഴ്സ് ഒപ്പീനിയൻ ഉണ്ട്, എന്തെങ്കിലും നെഗറ്റീവ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തൊക്കെയാണെന്നും ഓഡിറ്റർ പറയാന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. ഇനി ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഷാൽ അപ്പോയിന്റ് ഓഡിറ്റർ. ആദ്യം നമ്മൾ പറഞ്ഞു ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ C&AG ആയിരിക്കും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റേഴ്സ് ഓഫ് അപ്പോയിന്റ് ഷാൽ സബ്മിറ്റ് എ കോപ്പി ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ C&AG ഓൾസോ. അപ്പം
കോപ്പി CNDG-ക്കും കൊടുക്കും. Among other things include അപ്പൊ CNDG കുറച്ച് ഡയറക്ഷൻസ് ആദ്യമേ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ CNDG കൊടുത്ത ഡയറക്ഷൻസിന് എന്തൊക്കെയാണ് ആക്ഷൻ ഈ ഓഡിറ്റർ എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഗവൺമെന്റ് CNDG-യോട് പറയണം. അപ്പൊ CNDG ആണ് ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CNDG ആദ്യമേ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഡയറക്ഷൻസിന് എന്തൊക്കെയാണ് ഓഡിറ്റർ എടുത്തിട്ടുള്ള ആക്ഷൻസ്, ഇനി ആ ആക്ഷൻസ് ഒക്കെ എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ടിന് എന്തൊക്കെയാണ് ഇമ്പാക്ട് എന്നുള്ളത് കൂടെ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. CNDG-യോട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതും ഓഡിറ്ററിന്റെ ഡ്യൂട്ടീസ് വരുന്നതാണ്. ബ്രാഞ്ച് നമ്മുടെ കമ്പനിക്ക് കുറെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓരോ ബ്രാഞ്ചിനും ചിലപ്പോൾ വേറെ വേറെ ഓഡിറ്റേഴ്സ് ആയിരിക്കും. അപ്പം ബ്രാഞ്ച് ഓഡിറ്റർ ഷെൽ സബ്മിറ്റ് ഹിസ് റിപ്പോർട്ട് ടു കമ്പനീസ് ഓഡിറ്ററിന്. അപ്പം യൂസിങ് ദ വർക്ക് ഓഫ് അൻ എക്സ്പേർട്ട് എന്ന് പറയും. അപ്പം വേറെ ഓഡിറ്ററിന്റെ വർക്ക് നമ്മുടെ ഓഡിറ്ററെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിലൊക്കെ കൊടുക്കണം. ബ്രാഞ്ച് ഓഡിറ്റർ ആളുടെ റിപ്പോർട്ട് കമ്പനി ഓഡിറ്ററിന് കൊടുക്കും. എന്നിട്ട് കമ്പനി ഓഡിറ്റർ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടോ, നമ്മുടെ അക്കൗണ്ടിങ് പോളിസി ഒക്കെ ഫോളോ ചെയ്തേക്കും, ബ്രാഞ്ച് ഹെഡ് ഓഫീസ് ഫോളോ ചെയ്യുന്ന പോലെ തന്നെയാണോ ബ്രാഞ്ച് നോക്കുന്നത് എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. ബ്രാഞ്ച് ഓഡിറ്റർ ഷാൽ prepare a report on the accounts of branch examined by him and send it to the auditor of company who shall deal with it in his report in such manner as he consider നെസസറി. പിന്നെ എല്ലാ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സും ഫോളോ ചെയ്യാന്നുള്ളത് ഓഡിറ്ററിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ മെയിൻലി വരുന്നത്. അപ്പം ആദ്യം പവേഴ്സ് ഓഫ് ഓഡിറ്റർ പറയുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്യൂട്ടീസ്, അതായത് ഓഡിറ്റ് റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ അക്കൗണ്ട്സും കിട്ടിയോന്നും അത് പ്രോപ്പർ ആണോന്നും, ഇനി അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഡിറ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ കിട്ടി, ആ ബ്രാഞ്ച് ഓഡിറ്ററിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഡിഫറൻസസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ CNDG-യുടെ ഡയറക്ഷൻസ് ഒക്കെ നമ്മൾ എന്തൊക്കെ അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻസ് എടുത്തുണ്ടെന്ന് പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, എന്നാലും മെയിൻലി ഇതൊക്കെയാണ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്ററിൽ വരുന്നത്. പിന്നെ വന്നിട്ട് റിപ്പോർട്ടിംഗ് ഓഫ് ഫ്രോഡ്സ് ബൈ ഓഡിറ്റർ ഓൺ അതർ മാറ്റേഴ്സ്, അതായത് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ഫ്രോഡ് നടക്കുന്നുണ്ട്, അപ്പോൾ ഓഡിറ്ററിന് അത് മനസ്സിലായി, ഓഡിറ്റർ ഹാഡ് റീസൺ ടു ബിലീവ് ദാറ്റ് ആൻ ഒഫൻസ് ഓഫ് ഫ്രോഡ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ കമ്പനി. അപ്പോൾ ഓഡിറ്റർ എന്തോ ചെയ്യും, ആദ്യം സെൻട്രൽ ഗവൺമെന്റ്, എന്നിട്ട് എമൗണ്ട് ഓഫ് ആ ഫ്രോഡ് എന്ന് പറയുന്നത് 1 crore കൂടുതലാണെങ്കിൽ ഓഡിറ്റർ ഷാൽ റിപ്പോർട്ട് ദ മാറ്റർ ടു സെൻട്രൽ ഗവൺമെന്റ്. അപ്പം ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് സെൻട്രൽ ഗവൺമെന്റിനെ അത് റിപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അതിനു മുന്നേ ദ ഓഡിറ്റർ ഷാൽ റിപ്പോർട്ട് ദ മാറ്റർ ടു ഓഡിറ്റ് കമ്മിറ്റി. ആദ്യം ഓഡിറ്റ് കമ്മിറ്റിയെ അറിയിക്കും, എന്നിട്ട് ഓഡിറ്റ് കമ്മിറ്റിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, ഇമ്മീഡിയറ്റ്ലി അറിയിക്കും, ബട്ട് നോട്ട് ലേറ്റർ ദാൻ 2 days ഓഫ് നോളജ്. കുറെ നാൾ കഴിഞ്ഞിട്ടല്ല ഓഡിറ്റ് കമ്മിറ്റിയോട് പറയേണ്ടത്. അപ്പം എത്രയും പെട്ടെന്ന് മാക്സിമം 2 days-നുള്ളിൽ ഓഡിറ്റ് കമ്മിറ്റി വിവരം അറിയിക്കും. എന്നിട്ട് ഓഡിറ്റ് കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ റിപ്ലൈയോ എന്തെങ്കിലുമൊക്കെ ഒബ്സർവേഷൻസ് കാണുമല്ലോ അതിനകത്ത്, അതുകൂടെ ചേർത്തിട്ട് സെൻട്രൽ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതും ഓഡിറ്ററിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെ, ഫ്രോഡ് 1 crore rupees കൂടുതലാണെങ്കിൽ, ഇനി ഫ്രോഡ് 1 crore rupees കുറവാണെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റിയോട് മാത്രം പറഞ്ഞാൽ മതി. ആൻഡ് ദ ബോർഡ് ഓഡിറ്റ് കമ്മിറ്റി അണ്ടർ സെക്ഷൻ 177 നോട്ട് ടു ദ ബോർഡ് ഇമീഡിയറ്റ്ലി ബട്ട് നോട്ട് ലേറ്റർ ദാൻ 2 days ഓഫ് ഹിസ് നോളജ്. അപ്പം എന്തൊക്കെയാ പ്രശ്നം എന്നുള്ളത് ഓഡിറ്റ് കമ്മിറ്റിയോട് പറയാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് പറയാം. അപ്പം എന്നിട്ട് അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് സോർട്ട് ഔട്ട് ചെയ്യാം. ഇനി 1 crore, അതായത് ഹൈ എമൗണ്ട് ആണെങ്കിൽ, വലിയ ലാർജ് എമൗണ്ട് ആണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചെയ്യാന്നുള്ളതും ഓഡിറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. അപ്പൊ ആദ്യം ഓഡിറ്റ് കമ്മിറ്റിയോട് പറയും, ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒബ്സർവേഷൻ എന്താ, അവരുടെ എക്സ്പ്ലനേഷൻ എന്താന്നുള്ളതും കൂടെ ചേർത്തിട്ട്. ഇനി ഓഡിറ്റ് കമ്മിറ്റി പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും തന്നില്ലെങ്കിലോ, അപ്പം ഓഡിറ്റ് കമ്മിറ്റിയോട് നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് റിപ്ലൈസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റിനോട് പറയാം. മനസ്സിലായോ? ദാറ്റ് ഹി ഹാസ് നോട്ട് റിസീവ്ഡ് എനി റിപ്ലൈ ഓർ ഒബ്സർവേഷൻസ്. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റിയെ നമ്മൾ ഓൾറെഡി അറിയിച്ചു, പക്ഷെ നമുക്ക് റെസ്പോൺസോ ഇതൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടെ ചേർത്ത് ആ ഡീറ്റെയിൽസ് എല്ലാം കൂടെ ചേർത്ത് സെൻട്രൽ ഗവൺമെന്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പം അതും റെസ്പോൺസിബിലിറ്റി ഓഫ് ഓഡിറ്റർ വിത്ത് റെസ്പെക്ട് ടു ഫ്രോഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും വന്നിട്ട് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു
ഓഡിറ്റർ നോട്ട് ടു റൺ സെക്ഷൻ 144 ഈ സർവീസസ് ഒന്നും ഈ സർവീസസിലൊന്നും എൻഗേജ് ചെയ്തേക്കുന്ന ആളുകൾക്ക് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇനി ഓഡിറ്റർ അപ്പോയിന്റഡ് അണ്ടർ ദിസ് ആക്ട് ഷാൽ നോട്ട് പ്രൊവൈഡ് ടു ദ കമ്പനി എനി അതർ സർവീസസ് ആസ് ആർ അപ്രൂവ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ ദ ഓഡിറ്റ് കമ്മിറ്റി. ഇനി നോക്കിയേ ഏതൊക്കെ സർവീസസ് ആണ് ഓഡിറ്റർ ചെയ്യാൻ പാടില്ലാത്ത. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ഇന്റേണൽ ഓഡിറ്റർ. നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റർ ഈ സർവീസസ് ഒന്നും ഓൾറെഡി കൊടുക്കുന്നുണ്ടാവരുത് കമ്പനിക്ക്. ഏതൊക്കെയാ? അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ് സർവീസസ്, ഇന്റേണൽ ഓഡിറ്റ് സർവീസസ്, അതായത് ഇന്റേണൽ ഓഡിറ്ററും എക്സ്റ്റേണൽ ഓഡിറ്ററും ഒരാളാവാൻ പാടില്ലല്ലോ. പിന്നെ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ സിസ്റ്റം, ആക്ച്വറിയൽ സർവീസസ്, ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി സർവീസസ്, ബാങ്കിങ് സർവീസസ്, അങ്ങനെ അതർ കൈൻഡ് ഓഫ് സർവീസസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. അപ്പൊ ഈ സർവീസസ് ഒക്കെ ഓൾറെഡി റെൻഡർ ചെയ്യുന്ന ആളെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അക്കൗണ്ടിങ് ആൻഡ് ബുക്ക് കീപ്പിംഗ്, ഇന്റേണൽ ഓഡിറ്റ് സർവീസസ്, ആക്ച്വറിയൽ സർവീസസ്, ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനത്തെയൊക്കെ സർവീസസ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ കാനോട്ട് ബി അപ്പോയിന്റഡ് ആസ് എക്സ്റ്റേണൽ ഓഡിറ്റർ ഓഫ് ദ കമ്പനി. ആ കമ്പനി തന്നെ ആവണമെന്നില്ല, ഓർ ഇറ്റ്സ് ഹോൾഡിംഗ് കമ്പനി ഓർ സബ്സിഡിയറി കമ്പനി. പിന്നെ ഓഡിറ്റർ ഇസ് റെസ്പോൺസിബിൾ ടു സൈൻ ദ ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ ഓഡിറ്റർ എല്ലാ ജനറൽ മീറ്റിംഗിനും അറ്റൻഡ് ചെയ്യാന്നുള്ളത് ഓഡിറ്ററിന്റെ ഇത് വരുന്ന ഓൾ നോട്ടീസസ്, എല്ലാ നോട്ടീസസ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ unless otherwise exempted by the company, the auditor should attend all the general meetings of the company, either by himself or through his authorized representative, who shall also be qualified to be an auditor at any general meeting and shall have the right to heard at such meeting and a part of business which concerns him as auditor. അപ്പോൾ ഓഡിറ്റർ എല്ലാ ജനറൽ മീറ്റിംഗും അറ്റൻഡ് ചെയ്യണം, either by himself or through authorized representative. ഇനി ഏതെങ്കിലും റൈറ്റ് ഓഫ് ബീങ് ഹേർഡ്, ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹേർഡ് എന്ന് പറയുന്ന ആ ഒരു പ്രിവിലേജും ഓഡിറ്ററിനുണ്ട്. ഇനി ഏതെങ്കിലും ഒരു ബിസിനസ്, ആ മീറ്റിംഗ് നടക്കുന്ന ഏതെങ്കിലും ഒക്കെ ബിസിനസ് നമ്മുടെ ഓഡിറ്ററിനെ ബാധിക്കുന്ന കാര്യമാണ്, ഹി ഓൾസോ ഹാസ് ദ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീങ് ഹെഡ്. ഇനി പണിഷ്മെന്റ് ഫോർ കൺട്രാവൻഷൻ പറഞ്ഞിട്ടുള്ള ഒന്നും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ the company shall be punishable. സെക്ഷൻ 139 തൊട്ട് 146 ഇതുവരെയുള്ള സെക്ഷൻസ്, 139 അപ്പോയിന്റ്മെന്റ് തൊട്ട് ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നവരെ, ഇങ്ങനത്തെ ഈ സെക്ഷനിൽ ഏതെങ്കിലും ഒന്നും കംപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ the company shall be punishable with a fine which shall not be less than 25,000 rupees. ഈ ഫിഗർ ഓർത്തിരിക്കണം, 25,000 rupees which may extend to 5 lakh rupees. ഇനി ഓഡിറ്റർ ഏതെങ്കിലും റൂള് കൺട്രാവൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ he shall also be punishable with a fine which shall not be less than 25,000 rupees which may extend to 5 lakh rupees or 4 times the remuneration of the auditor, whichever is less. ഈ ഫിഗേഴ്സ് ഓർത്തിരിക്കണം. സെക്ഷൻ 147 വെച്ചിട്ടുള്ള പെനാൽറ്റി ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ ഒരു ബ്രേക്ക് തരട്ടെ? ഒരു 5-10 minutes. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് 1 hour തീർക്കാം. ഓക്കെ.
സ്റ്റാർട്ട് ചെയ്യാം. ഓഡിറ്റ് കമ്മിറ്റി. ഓഡിറ്റ് കമ്മിറ്റി സെക്ഷൻ 177 ആണ് ഓഡിറ്റ് കമ്മിറ്റിയുടെ റിക്വയർമെന്റ് ഒക്കെ പറയുന്നത്. ഏതൊക്കെ കമ്പനീസിനാണ് ഓഡിറ്റ് കമ്മിറ്റി വേണ്ടത്? എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും വേണം. എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് സച്ച് ഡയറക്ടേഴ്സ് ഓർ ക്ലാസസ് ഓഫ് കമ്പനീസ്. ആ ക്ലാസസ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്നാ പറയുന്നത്. എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും എന്തായാലും ഓഡിറ്റ് കമ്മിറ്റി വേണം. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NSE-ലും BSE-ലും ഒക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനിക്ക് ഉറപ്പായിട്ട് കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ പബ്ലിക് കമ്പനീസ് ഹാവിംഗ് all public companies having paid up share capital of 10 crore or more, public companies having turnover of 100 crore, paid up share capital 10 crore or more, അല്ലെങ്കിൽ turnover 100 crore or more. ഇനി അല്ലെങ്കിൽ പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനീസിനാണ് കൂടുതലും വേണ്ടത്. ലിസ്റ്റഡ് കമ്പനിക്കും പബ്ലിക് കമ്പനീസിനും ഓഡിറ്റ് കമ്മിറ്റി വേണ്ടത്, മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്. Public companies having aggregate outstanding loans, borrowings or debentures or deposits exceeding 50 crore. എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും വേണം. ആൻഡ് സച്ച് അതർ ക്ലാസസ് ഓഫ് കമ്പനീസ്. ക്ലാസസ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് കമ്പനീസ് പെയ്ഡ് ഓഫ് ക്യാപിറ്റൽ 10 crore or more, ഇനി അല്ലെങ്കിൽ ടേൺ ഓവർ ഓഫ് 100 crore more. പബ്ലിക് കമ്പനീസ് ഹാവിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലോൺസ്, ബോറോയിങ്സ്, ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് ഒരു കൈൻഡ് ഓഫ് ഡെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് 50 crore കൂടുതലുണ്ടെങ്കിൽ, 50 crore അല്ലെങ്കിൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ ഓഡിറ്റ് കമ്മിറ്റി വേണം. ഇനി ഓഡിറ്റ് കമ്മിറ്റിയിൽ എത്ര പേരാ വേണ്ടത്? എത്ര പേരായിരിക്കണം എന്നൊക്കെ നമ്മൾ ലോയിലും പഠിക്കുന്നുണ്ടായിരുന്നു. ഓഡിറ്റ് കമ്മിറ്റി ഷാൽ ഹാവ് മിനിമം 3 ഡയറക്ടേഴ്സ്. മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. ആൻഡ് മെജോറിറ്റി ഓഫ് ദം ഷുഡ് ബി ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്. And majority of the members of audit committee should be able to read and understand financial statements. Audit committee ഒക്കെ കയറി ഇരുന്നിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ മനസ്സിലാവുന്നവരെ ആയിരിക്കണം ഓഡിറ്റ് കമ്മിറ്റിയിൽ ഉള്ളത്. ആർക്കൊക്കെയാണ് ഓഡിറ്റ് കമ്മിറ്റി വേണ്ടതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ? 3 ഡയറക്ടേഴ്സ് എങ്കിലും മിനിമം വേണം. അതിനകത്ത് മെജോറിറ്റിയും ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ് ആണ്. ഇനി ഫംഗ്ഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. എന്തിനു വേണ്ടിയാ ഓഡിറ്റ് കമ്മിറ്റി വേണ്ടത്? അപ്പൊ റെക്കമെൻഡ് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഫിക്സേഷൻ ഓഫ് റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്റർ. നമ്മൾ ആദ്യം പറഞ്ഞ കമ്മിറ്റി ഉള്ള കമ്പനികളാണെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോട് ഇന്ന ആള് നല്ല ഓഡിറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ ഓഡിറ്റർ ഏത് വേണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് കമ്മിറ്റി. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ ഓഫ് ഓഡിറ്ററും അതും ഫിക്സ് ചെയ്യാൻ ഓഡിറ്റ് കമ്മിറ്റിക്ക് റോൾ ഉണ്ട്. റിവ്യൂ ആൻഡ് മോണിറ്റർ ദ ഓഡിറ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് ഇഫക്റ്റീവ്നെസ് ഓഫ് ഓഡിറ്റ് പ്രോസസ്. ഓഡിറ്ററിന്റെ വർക്ക് ഒക്കെ റിവ്യൂ ചെയ്യാൻ ഓഡിറ്റ് കമ്മിറ്റി ആയിരിക്കും പീരിയോഡിക്കലി അതൊന്ന് റിവ്യൂ ചെയ്ത് ഓക്കെ എല്ലാം പെർഫോമൻസ് ഒക്കെ ഓഡിറ്റർ ഒക്കെ കറക്റ്റ് ആയിട്ട് സ്റ്റാഫിനെ ഒക്കെ വിടുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എക്സാമിനേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ല, ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊക്കെ സഫീഷ്യന്റ് ആണോ ഓക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ. പിന്നെ സ്ക്രൂട്ടണി ഓഫ് ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, വാല്യുവേഷൻ ഓഫ് അസറ്റ്സ്, അതായത് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് കമ്മിറ്റി ചെക്ക് ചെയ്യും. പിന്നെ ഇവാലുവേഷൻ ഓഫ് ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ, റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം, ഇവാലുവേഷൻ ഓഫ് യൂസ് ഓഫ് ഫണ്ട്സ്, ഇവാലുവേഷൻ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഓഡിറ്റ് കമ്മിറ്റി ചെക്ക് ചെയ്യും. ഓഡിറ്ററിന്റെ അപ്പോയിന്റ്മെന്റും റെമ്യൂണറേഷൻ അതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിലുള്ള കാര്യങ്ങളും കൂടെ ഓഡിറ്റ് കമ്മിറ്റി ചെക്ക് ചെയ്യും. ഇനി അതായത് ഫങ്ഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. ഇനി പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. പവർ ടു കോൾ ഫോർ കമന്റ്സ് ഓഫ് ഓഡിറ്റ് അബൌട്ട് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ആൻഡ് ദ സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ഇൻക്ലൂഡിംഗ് ഒബ്സർവേഷൻസ്. ഓഡിറ്ററിന്റെ കമന്റ് എന്താണ്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഒക്കെ സഫീഷ്യന്റ് ആണോ എന്ന് ചോദിക്കാന്നുള്ളത്. പിന്നെ പവർ ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഡിസ്കസ് എനി ഇഷ്യൂസ് വിത്ത് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഇൻ റിലേഷൻ ടു മാറ്റേഴ്സ് കണ്ടെയ്നിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ കമ്പനിയും ഓഡിറ്ററിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു അതിനിടയ്ക്ക് നിൽക്കുന്ന സെറ്റ് ഓഫ് എക്സ്പേർട്സ് ആണല്ലോ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ. പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് എനി മാറ്റർ അണ്ടർ ദ പ്രിവ്യൂ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുണ്ട്, ഫ്രോഡ് റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും. പിന്നെ ഓഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ആൻഡ് കീ മാനേജിംഗ് പേഴ്സൺ ഷാൽ ഹാവ് ദ റൈറ്റ് ടു ബി ഹേർഡ് ഇൻ ടു ദ മീറ്റിംഗ്. പിന്നെ കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി ഇസ് ടു ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ബോർഡ്സ് റിപ്പോർട്ട്. ഈ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് പോലെ ആനുവൽ റിപ്പോർട്ട്, ബോർഡ്സ് റിപ്പോർട്ട് ഒക്കെ ഉണ്ടല്ലോ, അതിനകത്തായിരിക്കും കോമ്പോസിഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി. അതിന്റെ എത്ര പേരാണ്, അതിന്റെ ഇൻഡിപെൻഡന്റ് ഡയറക്ടേഴ്സ്,
details of the board's report. In case of recommendation of audit committee is not accepted by board, the board shall disclose the board's report along with reasons. Any recommendations of audit committee, board of directors എടുക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള റീസൺസ് നമ്മൾ ബോർഡ്സ് റിപ്പോർട്ടിൽ ഉണ്ടാവും. ഓഡിറ്റ് കമ്മിറ്റി ഏതൊക്കെ ക്ലാസസ് ഓഫ് കമ്പനിയാണ് ഓഡിറ്റ് കമ്മിറ്റി ഫോം ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫംഗ്ഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്തൊക്കെയാണ്, പവേഴ്സ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എന്തൊക്കെയാണ്. ഓക്കെ, പിന്നെ ഇനി അടുത്ത കോസ്റ്റ് ഓഡിറ്റും സെക്രട്ടറിയൽ ഓഡിറ്റും. കോസ്റ്റ് ഓഡിറ്റ് സെക്ഷൻ 148 ആണ്, അത് നോക്കണം. സെക്ഷൻ 148 ആണ് കോസ്റ്റ് ഓഡിറ്റിന്റെ പ്രൊവിഷൻസ് ഉള്ളത്. ഇനി കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ഫോം CRA1. ഈ ഫോം നമ്പർ പഠിക്കണം, ചില ഫോം നമ്പർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. CRA1 എന്നുള്ള ഫോം നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. കോസ്റ്റ് റെക്കോർഡ്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ഇൻ ഫോം CRA1. ഇനി അതുപോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് റിക്വയർഡ് ഇൻ കൺഫോർമിറ്റി വിത്ത് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കോസ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ടുള്ളതായിരിക്കണം. സെക്ഷൻ 148 ഓഫ് കമ്പനീസ് ആക്ട്. 148 ആണ് കോസ്റ്റ് ഓഡിറ്റിന്റെ പ്രൊവിഷൻ. കോസ്റ്റ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ഫോം CRA1 ആണ്. ഇനി കോസ്റ്റ് ഓഡിറ്റ് ഏതൊക്കെ കമ്പനിക്കാണ് മാൻഡേറ്ററി? every company under regulator, ഇപ്പൊ താഴോട്ട് വരുമ്പോഴത്തെ റെഗുലേറ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അൺറെഗുലേറ്റഡ് കാറ്റഗറി ആണ്. റെഗുലേറ്റഡ് കാറ്റഗറി ആണെങ്കിൽ turnover from all its products or services 50 crore or more, അല്ലെങ്കിൽ aggregate turnover from the individual product 25. എല്ലാ പ്രൊഡക്ട്സിന്റെയും കൂടെ ടേൺ ഓവർ 50, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സർവീസ് വെച്ച് നോക്കുമ്പോൾ 25 crore ആണെങ്കിൽ റെഗുലേറ്റഡ് കാറ്റഗറിയിലുള്ള കമ്പനീസ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം. ഇനി നോൺ റെഗുലേറ്റഡ് കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ ത്രെഷോൾഡ് ലിമിറ്റ് എത്രയാണ്? 150 crore. ഇൻഡിവിജ്വലി നോക്കുമ്പോഴത്തേക്ക് ഇൻഡിവിജ്വലി ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിൽ നിന്ന് ഒരു മിനിറ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ.
ഇപ്പൊ റെഗുലേറ്റഡ് കാറ്റഗറി വരുന്ന കമ്പനീസ് ആണെങ്കിൽ ഇത് ഏതൊക്കെയാ റെഗുലേറ്റഡ് കാറ്റഗറിയിൽ വരുന്നത്? ഈ കമ്പനീസ്, ഈ താഴെ പറയുന്ന കമ്പനീസ് ഒക്കെ റെഗുലേറ്റഡ് സെക്ടർ ആണെങ്കിൽ ഇവരുടെ അഗ്രിഗേറ്റ് ടേൺ ഓവർ എല്ലാ പ്രോഡക്ട്സിൽ നിന്നും സർവീസസിൽ നിന്നും 50 crore ആവുകയോ, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ സർവീസിന് 24 crore ഓർ മോർ ആണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ്. അതുപോലെ തന്നെ ഇനി നോൺ റെഗുലേറ്റഡ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ബിസിനസ്സുകളാണെങ്കിൽ, ഈ കാറ്റഗറിയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നോൺ റെഗുലേറ്റഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ ഇത് റെഗുലേറ്റഡ്, നോൺ റെഗുലേറ്റഡ് കാറ്റഗറിയിൽ വരുന്ന ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഓൾ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഇന്ന് 25 അല്ല 30 crore. ഇനി ഓരോ പ്രൊഡക്റ്റിൽ നിന്നും 25 crore ആണെങ്കിൽ, അല്ല 150, ഓരോ പ്രൊഡക്റ്റിനും 35 crore ആണെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണം. അതാണ് കോസ്റ്റ് ഓഡിറ്റ് ഏതൊക്കെ ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ എന്നുള്ളത്. അത് ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റർ. കോസ്റ്റ് ഓഡിറ്റർ ഈസ് ടു ബി അപ്പോയിന്റഡ് ബൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓൺ റെക്കമെൻഡേഷൻ. മറ്റേ ഓഡിറ്റർ, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ പോലെ തന്നെ കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെക്കമെൻഡേഷൻസ് ഓഫ് ഓഡിറ്റ് കമ്മിറ്റി എടുക്കും. ഇനി അതുപോലെ തന്നെ കാഷ്വൽ വേക്കൻസി, എന്തെങ്കിലും റെസിഗ്നേഷൻ കാരണം അല്ലെങ്കിൽ ഡെത്ത് കാരണം, റിമൂവൽ കാരണം എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ വിത്തിൻ 30 days ഓഫ് ഒക്കറൻസ് ഓഫ് സച്ച് കാഷ്വൽ വേക്കൻസി company shall inform central government in form CRA2. അപ്പൊ CRA1 എന്തായിരുന്നു? കോസ്റ്റ് റെക്കോർഡ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് CRA1. ഇനി കാഷ്വൽ വേക്കൻസി സെൻട്രൽ ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഫോം CRA2 വിത്തിൻ 30 days ഓഫ് സച്ച് അപ്പോയിന്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അപ്പൊ കാഷ്വൽ വേക്കൻസി ഉണ്ടായി, എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഒരു കോസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോം CRA2 സെൻട്രൽ ഗവൺമെന്റിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഹു ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ കോസ്റ്റ് ഓഡിറ്റർ? കോസ്റ്റ് അക്കൗണ്ടന്റ് as defined in section 228. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരുന്നെങ്കിൽ കോസ്റ്റ് ഓഡിറ്റർ കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓഫ് അപ്പോയിന്റ്മെന്റ് ആരൊക്കെ? നമ്മുടെ മറ്റേത് പറയുന്ന അതേ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ്. ബോഡി കോർപ്പറേറ്റിന് പറ്റില്ല, പക്ഷെ LLPക്ക് പറ്റും. അതുപോലെ ഓഫീസർ എംപ്ലോയി ഓഫ് കമ്പനി പറ്റില്ല, പാർട്ട്ണർ എംപ്ലോയ്മെന്റ് എല്ലാം, അത് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. ഇനി ഏതെങ്കിലും പാർട്ട്ണർ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഇൻഡെറ്റഡ് ടു ദ കമ്പനി ആണെങ്കിൽ അവരെ ഒന്നും കോസ്റ്റ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റിലേറ്റീവ് ഡയറക്ടർ ആണെങ്കിൽ, ഫുൾ ടൈം എംപ്ലോയ്മെന്റ് ഇരിക്കുന്ന ആളുകൾക്ക് സെക്ഷൻ 144 ആക്ടിവിറ്റീസ്, ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ ഓഡിറ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെയാണ് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. റെമ്യൂണറേഷൻ ആരാ? ഓഡിറ്റ് കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. കോസ്റ്റ് ഓഡിറ്റ് ഈസ് റിക്വയർഡ് ടു സബ്മിറ്റ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് along with his reservations അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ്, എന്തെങ്കിലും ഒപ്പീനിയനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് ഇൻ ഫോം CRA3. CRA1 എന്തായിരുന്നു? CRA2 എന്താണ്? CRA3 എന്താണ്? ഫസ്റ്റ് കോസ്റ്റ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ കാഷ്വൽ വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റിനെ റിപ്പോർട്ട് ചെയ്യുന്നത് CRA2. ഇനി അത് കഴിഞ്ഞിട്ട് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോമോ CRA3. The board of directors along with the period of 180 days from the closure of financial year to which the report relates. 180 ഡേയ്സിനുള്ളിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് നമ്മൾ സബ്മിറ്റ് ചെയ്യും കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇനി ഇവിടെ CRA4 എന്താ? A company to whom cost audit submits his report shall within 30 days from the date of receipt of cost audit report furnish to the central government with such report along with full information and explanation on every fiction സെൻട്രൽ ഗവൺമെന്റ് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് കമ്പനി സെൻട്രൽ ഗവൺമെന്റിന് ഇത് ഫർണിഷ് ചെയ്യും. അത് വിത്തിൻ 30 days. സെൻട്രൽ ഗവൺമെന്റിന് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി സബ്മിറ്റ് ചെയ്യും. ഇനി അതിന്റെ ഫോമാണ് CRA4. ഈ 4 ഫോംസും ഓർത്തിരിക്കണം. ഏതൊക്കെ ഫോംസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കണം. കാഷ്വൽ വേക്കൻസി ആണെങ്കിൽ CRA2. ഇനി കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് കോസ്റ്റ് ഓഡിറ്റർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് സബ്മിറ്റ് ചെയ്യുന്നത് CRA3. ഇനി കമ്പനി സെൻട്രൽ ഗവൺമെന്റിന് കോസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത് CRA4. ഓക്കെ, അപ്പൊ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ കണ്ടു, കോസ്റ്റ് അക്കൗണ്ടന്റ് കണ്ടു. ഇനി കമ്പനി സെക്രട്ടറി.
secretarial audit report. Every listed company and a company belonging to other class of companies. Other class of companies ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. And next with its board report, a secretarial audit report given by the company secretary in practice. Secretarial report കൂടെ വേണം. ഏതൊക്കെ കമ്പനികൾക്ക്? ലിസ്റ്റ് എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും വേണം, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള കമ്പനീസിനും. ഈ പറഞ്ഞിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാ? Public company having paid up share capital 50 crore or more. In public company having turnover of 250 crore or more. അതുപോലെ തന്നെ form of secretarial audit report MR3. ഇതും ഓർത്തിരിക്കണം. ഈ ഫോം നമ്പർ ഒക്കെ ഓർത്തിരിക്കണം. അതൊക്കെ ഫിൽ ബ്ലാങ്ക്സിലും വൺ വേർഡിലൊക്കെ ചോദിക്കാം. അപ്പം എല്ലാ ലിസ്റ്റഡ് കമ്പനിക്കും വേണം, അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കമ്പനി പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ 50 crore or more അല്ലെങ്കിൽ ടേൺ ഓവർ 250 crore or more ഒക്കെ ഉള്ള കമ്പനീസിന് സെക്രട്ടറിയൽ ഓഡിറ്റും വേണം. സെക്രട്ടറിയൽ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫോം MR3 മറക്കരുത്. അതൊക്കെയായിരുന്നു ഈ ഏരിയയിൽ വരുന്നത്. ഇനി നമുക്കുള്ളത് ഓഡിറ്റ് റിപ്പോർട്ടിന്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ, എലമെന്റ്സും സ്കോപ്പും ക്വാളിഫൈഡ് റിപ്പോർട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ, അതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ വരുന്നുണ്ട്, നോക്കാം. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ നേരത്തെ പോർഷനിലും പറഞ്ഞായിരുന്നു. എൻ പ്രോഡക്റ്റ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ഓഡിറ്ററിന്റെ ഒപ്പീനിയൻ റിഫ്ലെക്ട്സ് വർക്ക് ഡൺ ബൈ ദ ഓഡിറ്റർ, റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ, നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ. ഇനി എന്തൊക്കെയായിരുന്നു ബേസിക് എലമെന്റ്സും ഇതും പറഞ്ഞായിരുന്നു. ടൈറ്റിൽ ഇൻഡിപെൻഡന്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. പിന്നെ അഡ്രസ് ചെയ്യുന്ന ആർക്കാം? ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് അഡ്രസ് ടു ദ അതോറിറ്റി അപ്പോയിന്റിംഗ് ടു ദ ഓഡിറ്റർ. അതായത് ഇപ്പം കമ്പനി സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സും, ഇന്റേണൽ ഓഡിറ്റർ ആണെങ്കിലോ ആര് അപ്പോയിന്റ് ചെയ്യുന്നത്? ബോർഡാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, മാനേജ്മെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അവരെ അഡ്രസ് ചെയ്തിട്ടായിരിക്കും ഓഡിറ്റ് റിപ്പോർട്ട് വരിക. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഫോം ഒക്കെ ഉണ്ട്. അപ്പം ഒരു ഇലിസ്ട്രേഷൻ ഒക്കെ ഉണ്ട്, അങ്ങനെ അവിടെ വരുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. പിന്നെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്കോപ്പ് പാരഗ്രാഫ് ഉണ്ട്. അവിടാണ് ഓഡിറ്റർ പറയുന്നത് ഓഡിറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് എല്ലാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ട്. റീസണബിൾ അഷുറൻസ് ഉണ്ട്. ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേക്ക്. റീസണബിൾ അഷുറൻസ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫ്രീ ഫ്രം മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെന്റ്സ് എന്നൊക്കെ പറയുന്നത് സ്കോപ്പ് പാരഗ്രാഫിൽ. അത് കഴിയുമ്പോൾ ഒപ്പീനിയൻ പാരഗ്രാഫിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ തരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒപ്പീനിയൻ പാരഗ്രാഫിലാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡേറ്റ് ഓഫ് റിപ്പോർട്ട്, പ്ലേസ് ഓഫ് സിഗ്നേച്ചർ, ഓഡിറ്റർ സിഗ്നേച്ചർ, ഇങ്ങനെയൊക്കെ. ഒപ്പീനിയൻ എന്തൊക്കെ ടൈപ്പ് ഒപ്പീനിയൻ ആണ് ഓഡിറ്റ് കൊടുക്കുക? അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആവാം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഒപ്പീനിയനും ആവാം. അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ഓഡിറ്ററിന് auditor concludes that the financial statements give a true and fair view in accordance with the financial reporting framework used for preparation and presentation of financial statements. അതായത് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആയിട്ടാണെന്നുള്ളതാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. Auditor does not have any significant നെഗറ്റീവ് റിസർവേഷൻ റെസ്പെക്ട് ഓഫ് മാറ്റേഴ്സ് കണ്ടെയ്നിങ്. ഒരു നെഗറ്റീവ് ഒരു ഇതൊന്നും കമ്പനി ഒന്നും തരാനില്ല. അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇസ് ദ ബെസ്റ്റ് ഓഡിറ്റ് എ കമ്പനി ക്യാൻ എക്സ്പെക്ട്. അതായത് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഒക്കെ കറക്റ്റ് ആണ്, അതുപോലെ നെഗറ്റീവായിട്ട് ഒരു ഒപ്പീനിയൻ ഒന്നും ഇല്ല എന്നുള്ളത് കാണിക്കുന്നതാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. അപ്പൊ അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ആണ് ബെസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ദാറ്റ് ദ കമ്പനി ക്യാൻ എക്സ്പെക്ട്. ഇനിയും unqualified opinion എന്തൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? Financial statements have been prepared with the general accounting principles and these accounting principles are consistently applied, comply with all the statutory requirements and laws and regulations എല്ലാം comply ചെയ്യുന്നുണ്ട്. എല്ലാ മെറ്റീരിയൽ ഫാക്ട് നമ്മൾ യൂസേഴ്സിന്റെ ഡിസിഷനെ അഫക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഓക്കെ ആണെന്നുള്ളൊരു ഒപ്പീനിയൻ, ആണെന്നൊക്കെയുള്ളത്. അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ പിന്നെന്താ ക്വാളിഫൈഡ് ഒപ്പീനിയൻ. ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ മോഡിഫൈഡ് ഒപ്പീനിയൻ. When auditor issues any report other than unqualified, his report is said to be modified. എന്തൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ട് ആ ഓഡിറ്റ് റിപ്പോർട്ടിന്? അപ്പം SA 750 ആണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് is considered to be modified when it includes matters that do not affect the auditor's opinion, matters that affect the auditor's opinion. ഏതൊക്കെ? ക്വാളിഫൈഡ് ഒപ്പീനിയൻ, ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ. അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ പിന്നെ തരാൻ പറ്റുന്ന പറഞ്ഞാൽ ക്വാളിഫൈഡ് ഒപ്പീനിയൻ,
ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഒപ്പീനിയൻ, അഡ്വേഴ്സ് ഒപ്പീനിയൻ. ഇനി SA 750 ആണ് മോഡിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നത്. മോഡിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നത്, അതായത് എംഫസിസ് ഓഫ് മാറ്റർ പാരഗ്രാഫും അതൊക്കെ വരുന്നത് SA 750. ഇനി ആ ഒപ്പീനിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്വാളിഫൈഡ് ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്റർ ഗീവ്സ് ഒപ്പീനിയൻ ഓൺ ട്രൂത്ത് ആൻഡ് ഫെയർനെസ്. ട്രൂ ആൻഡ് ഫെയർ ഒക്കെ തന്നെയാണ്, പക്ഷെ സബ്ജക്ട് ടു സർട്ടൻ റിസർവേഷൻസ്. അപ്പൊ ഇങ്ങനെ ഒരു ലൈനും കൂടെ കാണും, സബ്ജക്ട് ടു എബോ എന്ന്. അപ്പൊ നമ്മുടെ ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു ലൈനും കൂടെ കാണും, എന്ത്, സബ്ജക്ട് ടു എബവ് വി റിപ്പോർട്ട് ദാറ്റ് ദ ബാലൻസ് ഷീറ്റ് ഷോസ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ബാക്കി കാര്യങ്ങൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്, പക്ഷെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലാണ് ക്വാളിഫൈഡ് ഒപ്പീനിയൻ. Qualified opinion features ആണ് clarity. The auditor must express the nature of qualification in clear and unambiguous manner. അതായത് എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് യോജിപ്പില്ലാത്തതെന്നുള്ളത് വളരെ കറക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ആയിട്ട് യൂസേഴ്സിനെ ഇന്റിമേറ്റ് ചെയ്യണം. ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിൽ കറക്റ്റ് ആയിട്ട് പറയണം ഏതൊക്കെ കാര്യങ്ങളാണ് സബ്ജക്ട് ടു സോ ആൻഡ് സോ, ഇന്ന കാര്യങ്ങളിൽ നമുക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി ഇല്ല, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണ്. The words ഇപ്പൊ ക്വാളിഫൈഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. ഇനി ഏതൊക്കെ കാര്യത്തിലാണ് നമുക്ക് റിസർവേഷൻ ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് പറയണം. വേർഡ് സബ്ജക്ട് ടു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ where the company has committed any irregularity resulting in breach of law, the auditor should bring the same to notice of shareholders. അപ്പം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതും ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കണം. ഇനി ക്വാണ്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്ട് ഓഫ് ദീസ് ക്വാളിഫിക്കേഷൻ കുറച്ച്
കാര്യങ്ങൾ പ്രശ്നമുണ്ടല്ലോ, ക്വാളിഫിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓഡിറ്ററിന് റിസർവേഷൻ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ എത്രത്തോളം മെറ്റീരിയൽ ആണെന്നുള്ളത്, എത്രത്തോളം അത് യൂസേഴ്സിന്റെ ഡിസിഷനെ അഫക്ട് ചെയ്യുന്നുള്ളത് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റുമെങ്കിൽ അതും കൂടെ കൊടുക്കാന്നുള്ളത് നമ്മുടെ ക്വാളിഫൈഡ് റിപ്പോർട്ടിൽ അതും കൂടെ ഓഡിറ്റർ സ്പെസിഫിക്കലി പറയണം. അപ്പം ക്ലിയർ ആയിട്ട് പറയണം. സബ്ജക്ട് ടു എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാര്യവും പറയണം. പിന്നെ എത്രത്തോളമാണ് അതിന്റെ യൂസേഴ്സിന്റെ ഡിസിഷനെ എത്രത്തോളം അഫക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒന്ന് ക്വാണ്ടിഫൈ ചെയ്തും കൂടെ പറയണം. അതാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇനി അത് കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ക്വാളിഫൈഡ് റിപ്പോർട്ട്സ് കൊടുക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം എന്തെങ്കിലും ഡോക്യുമെന്ററി എവിഡൻസ്, ഇപ്പൊ മെറ്റീരിയൽ അസറ്റ്സ്, നമ്മുടെ ഏതെങ്കിലും ഒക്കെ അസറ്റ്സ് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഓണർഷിപ്പിനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ട് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് ഒന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ കേസുകൾ ചിലപ്പോ ഇൻ റെസ്പെക്ട് ഓഫ് ലാൻഡ് ടൈറ്റിൽ ഡീഡ്സ്, അപ്പൊ നോക്കുമ്പോഴത്തേക്ക് ടൈറ്റിൽ ഡീഡ് ഒന്നും ഇല്ല, എഗ്രിമെന്റ് ഒന്നും കറക്റ്റ് ആയിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പൊ എല്ലാം ട്രൂ ആൻഡ് ഫെയർ ആണ്, സബ്ജക്ട് ടു ഇന്ന കാര്യങ്ങൾ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നുള്ളത് ഓഡിറ്റർ പറയും. ഇങ്ങനത്തെ കേസുകളിലാണ്. അപ്പൊ കുറച്ച് എക്സാമ്പിൾസ് തന്നേക്കാം. എന്തെങ്കിലും അസറ്റ്സിന്റെ സെയിൽ ഒക്കെ നോക്കി കഴിയുമ്പോഴത്തെ അതിനൊരു ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ല. ഇനി എന്തെങ്കിലും വൗച്ചേഴ്സ് ചെക്ക് ചെയ്യുമ്പോഴത്തെ കറക്റ്റ് ആയിട്ട് വൗച്ചേഴ്സ് ഒന്നും ഇല്ല, ഏതെങ്കിലുമൊക്കെ പേയ്മെന്റ് ഏതെങ്കിലുമൊക്കെ എക്സ്പെൻസിന് കറക്റ്റ് ആയിട്ട് വൗച്ചേഴ്സ് ഇല്ലെങ്കിൽ, ഇനി ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഒന്നും ഡിസ്ട്രോ ആയിപ്പോയി അല്ലെങ്കിൽ അതൊക്കെ കാണുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഈ നോൺ അവൈലബിലിറ്റി ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓയിങ് ടു അൺഅവോയ്ഡബിൾ സർക്കംസ്റ്റാൻസസ് സച്ച് ഫോറിൻ ബ്രാഞ്ചിന്റെ ഇത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഒന്നും ഇല്ല. പിന്നെ പ്രോപ്പർ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഹാവ് നോട്ട് ബീൻ കെപ്റ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ ഒന്നും കംപ്ലൈ ചെയ്യാതാണ്. ബുക്സ് ആൻഡ് അക്കൗണ്ട്സിന്റെ ഡെഫിഷ്യൻസി, മെയിൻലി അതിന്റെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ വൗച്ചേഴ്സിന്റെ ഡെഫിഷ്യൻസി, അല്ലെങ്കിൽ നമ്മുടെ ടൈറ്റിൽ ഡീഡ്, അതുപോലെ എന്തെങ്കിലും എഗ്രിമെന്റ് ഡോക്യുമെന്റ് അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഓഡിറ്റർ ക്വാളിഫൈഡ് റിപ്പോർട്ട് ആയിരിക്കും കൊടുക്കുക. ബാലൻസ് ഷീറ്റ് ആൻഡ് പി ആൻഡ് എൽ ആർ നോട്ട് ഇൻ എഗ്രിമെന്റ് വിത്ത് ബുക്സ് ഓഫ് അക്കൗണ്ട്, അങ്ങനത്തെ കേസുകളൊക്കെ സബ്ജക്ട് ടു ദീസ് കാര്യങ്ങൾ ബാക്കിയെല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്ന് ഓഡിറ്റർ പറയും. അപ്പം ദാറ്റ്സ് കോൾഡ് ക്വാളിഫൈഡ് റിപ്പോർട്ട്. ഇനി disclaimer of opinion എപ്പോഴൊക്കെയാ? Disclaimer of opinion is when the auditor is unable to form an overall opinion about the matters contained in financial statements. അതായത് ഓഡിറ്ററിന് കറക്റ്റ് ആയിട്ട് ഒരു ഒപ്പീനിയൻ പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഏതൊക്കെ കേസുകളിലാന്ന് നോക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻകം ടാക്സ് അതോറിറ്റീസ് നമ്മുടെ ബുക്സ് എല്ലാം സീസ് ചെയ്ത് വെച്ചേക്കാം. whether it is not possible for the auditor to obtain certain information when scope of work ഓഡിറ്റ് വർക്ക് ഇസ് റെസ്ട്രിക്റ്റഡ് എന്ന് വെച്ചാൽ ചില ഏരിയസിൽ മാത്രമേ ഓഡിറ്ററിന് വർക്ക് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെയൊക്കെ കേസുകൾ ബാക്കി ഏരിയാസ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഓഡിറ്ററിന് അറിയത്തില്ല. ബാക്കി ഏരിയയിൽ പ്രശ്നം ഉണ്ടെന്നായിരുന്നെങ്കിൽ ഓഡിറ്റർ പറഞ്ഞ ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുത്തേനെ. ഇപ്പം ബാക്കി ഏരിയാസ് ഓഡിറ്റർ നോക്കിയിട്ടേ ഇല്ല, ആ ഏരിയാസ് കുഴപ്പമാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഓഡിറ്ററിന് അറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസുകളിലാണ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. നമ്മുടെ ഒന്നെങ്കിൽ ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് നമ്മുടെ കയ്യിലില്ല, അല്ലെങ്കിൽ ഓഡിറ്ററിന് വേറെ ഇൻഫോർമേഷൻ, ഒരു ഏരിയയിലുള്ള ഇൻഫോർമേഷൻ ഒന്നും കിട്ടുന്നില്ല, അങ്ങനത്തെ ഏരിയസ് ഒക്കെ കംപ്ലീറ്റ്ലി അൺനോൺ ആണ് ഓഡിറ്ററിനെങ്കിൽ ഈസ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ. ഇനി പീസ് മീൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിറ്റർ ഇൻ സം കേസസ് ഫൈൻഡ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് that he has examined present only a partial true and fair view. In such cases, he may report that the auditor is unable to express an opinion limited to certain items of said statement which ആയിട്ടുള്ള ആ കാര്യങ്ങളിൽ മാത്രം. അതായത് ഒരു കൈൻഡ് ഓഫ് ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ തന്നെ ഈ പീസ് മീൽ ഒപ്പീനിയനും. അത് നോക്കിയിട്ടുള്ള ഏരിയ ഒക്കെയാണ്, ബാക്കി ഏരിയയിൽ അൺഎബിൾ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ. അപ്പൊ ഒരു പീസ് അതിന് മാത്രമേ നമുക്ക് ഒപ്പീനിയൻ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ ഏരിയ മാത്രമേ നമുക്ക് ഒപ്പീനിയൻ ഉള്ളൂ എന്നുള്ളതാണ് പീസ് മീൽ ഒപ്പീനിയൻ. അപ്പൊ അതിനെ പാർഷ്യൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. ഇനി നെഗറ്റീവ് ഒപ്പീനിയൻ, അതായത് മൊത്തം പ്രശ്നങ്ങളാണ്. ഓഡിറ്റർ കൺക്ലൂഡ്സ് ബേസ്ഡ് ഓൺ ഹിസ് examination he does not agree with affirmations in financial statements ഒന്നും ട്രൂ ആൻഡ് ഫെയർ വ്യൂ അല്ല എന്നുള്ള ഒപ്പീനിയൻ ആണ് ഓഡിറ്ററിനുള്ളെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് ഒപ്പീനിയൻ ഓർ അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പം 4 തരത്തിലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ക്വാളിഫൈഡ്, ഒന്നെങ്കിൽ അൺക്വാളിഫൈഡ്,
ഓക്കെ ആണ്, എല്ലാം ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണ്. ഇനി ക്വാളിഫൈഡ് ഒപ്പീനിയൻ കൊടുക്കാം, എന്ന് വെച്ചാൽ ചില ഏരിയാസിനൊന്നും ശരിയല്ല എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഡിസ്ക്ലെയിമർ ഓഫ് ഒപ്പീനിയൻ കൊടുക്കാം. അതായത് ചെറിയ ഏരിയാസ് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ, ബാക്കി ഏരിയാസ് ഓക്കെ ആണ്. ഈ നോക്കാത്ത ഏരിയാസ് നമുക്ക് അറിയത്തില്ല, എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയത്തില്ല. പിന്നെ അടുത്തത് വന്നിട്ട് അഡ്വേഴ്സ് നെഗറ്റീവ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫെയർ വ്യൂവേ അല്ല. അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ അഡ്വേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട്. പിന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോ മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇനി റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആവശ്യം വരികയാണെങ്കിൽ, പാസ്റ്റ് അക്കൗണ്ട്സ് ഒക്കെ ഒന്നുകൂടെ നമ്മൾ റീഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, അപ്പം കമ്പനി ഹാസ് ആസ്ക്ഡ് ദ ഓഡിറ്റർ ടു ഗിവ് റിപ്പോർട്ട് അണ്ടർ സെക്ഷൻ 143 ഓൺ റിവൈസ്ഡ് അക്കൗണ്ട്സ്, ഹി ഷുഡ് ഇഷ്യൂ എ ക്വാളിഫൈഡ് റിപ്പോർട്ട് ഉള്ളി. റിവിഷൻ ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ക്വാളിഫൈഡ് റിപ്പോർട്ട്. അത് ഏത് റിപ്പോർട്ട് ആയിരിക്കും? റീഓപ്പൺ അക്കൗണ്ട്സ് ഒക്കെ റീഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ കമ്പനി ഒരു ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, സബ്സിഡിയറി കമ്പനീസ് ഉണ്ട്, അങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ഇപ്പൊ ഓരോ സബ്സിഡിയറി കമ്പനിയും സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. എല്ലാം കൂടെ അവസാനം കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട കാര്യങ്ങൾ. പേരന്റ് കമ്പനി ഹാസ് എ ഫോളോയിങ് റെസ്പോൺസിബിൾ. പേരന്റ് കമ്പനിയുടെ ഓഡിറ്ററിനാണ് റെസ്പോൺസിബിലിറ്റീസ് വരുന്നത്. അപ്പം പേരന്റ് കമ്പനിയാണ് ഏതൊക്കെയാണ് അവരുടെ സബ്സിഡറീസ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇനി റിപ്പോർട്ടബിൾ സെഗ്മെന്റ് ആണ്. ഇന്ത്യസ് 108 ഒക്കെ പ്രകാരം റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സ് ആണ്, അതായത് അവരുടെ അസറ്റും റവന്യൂ ഒക്കെ 10% ടെസ്റ്റ് ഒക്കെ ഇല്ല, അതൊക്കെ ഉണ്ടെങ്കിൽ റിപ്പോർട്ടബിൾ ആണ്. അല്ലാതെ ചെറിയ സെഗ്മെന്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ല. ഇനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഒക്കെ നോക്കുക, അതുപോലെ തന്നെ അക്യുറേറ്റ് ആൻഡ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് എല്ലാം കമ്പോണൻസിന്റെ കളക്ട് ചെയ്യണം. ഇനി മേക്കിംഗ് അപ്രോപ്രിയേറ്റ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്. എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ്? ഇന്റർ കമ്പനി പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്യുക. അപ്പൊ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നോക്കുക എന്നുള്ളത് പേരന്റ് കമ്പനിയുടെ റെസ്പോൺസിബിലിറ്റീസ്. ആ പേരന്റ് കമ്പനി ഇതെല്ലാം കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഓഡിറ്റിന് സബ്മിറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാ ഓഡിറ്റ് ഓഫ് CFS? To satisfy that CFS have been prepared in requirements of Ind AS 27, 18 and 31 to enable the auditor to express the opinion, true and fair view presented by CFS. അതായത് കമ്പനിയുടെ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാത്രമല്ല, എല്ലാം പേരന്റും സബ്സിഡിയറി ആയതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു ഇത് വേണമല്ലോ, കൺസിസ്റ്റൻസി വേണമല്ലോ. അതിനുവേണ്ടിയാണ് CFS ഓഡിറ്റ് നടത്തുന്നത്. എല്ലാത്തിനും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. ഇത് ഇയർ എൻഡിൽ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് ഒരുമിച്ച് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് വേണ്ടി. എന്നാലും പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മൊത്തത്തിൽ അതിന്റെ ഒരു സബ്സിഡറി ആണ് ഇത്, ഓക്കെ, അപ്പൊ ഒന്ന് കമ്പയർ ചെയ്യാനും എത്രത്തോളമാണ് ഈ സബ്സിഡിയറിയുടെ ഷെയർ, അവരുടെ എത്രമാത്രം റവന്യൂ ഉണ്ടെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ഓഫ് CFS. ഇനിയും വന്നിട്ട് പെർമനന്റ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്. അതായത് ഇപ്പം കൺസോളിഡേഷൻ തന്നെ ആദ്യത്തെ ഒരു ഓഡിറ്റർ ഷുഡ് സീ വെദർ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് അപ്രോപ്രിയറ്റ്ലി. അതായത് ഒരു മെർജർ അല്ലെങ്കിൽ അക്വിസിഷൻ അങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ പോയിന്റിലായിരിക്കും ക്യാപിറ്റൽ റിസർവും ഗുഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ് അതൊക്കെ തരാം. അതൊക്കെ പെർമനന്റ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്സ്, അതായത് അക്വിസിഷന്റെ സമയത്ത് അല്ലെങ്കിൽ ആ മെർജറിന്റെ സമയത്ത് മാത്രം നടക്കുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലേ. പിന്നെ എല്ലാ വർഷവും ഇതൊന്നും മാറുന്നില്ലല്ലോ, മൈനോറിറ്റി ഇൻട്രസ്റ്റും ക്യാപിറ്റൽ റിസർവും ഒന്നും. അപ്പൊ അതൊക്കെ എല്ലാം ചെക്ക് ചെയ്യണം ഓഡിറ്റർ. അതുപോലെ തന്നെ ഇന്റർ ഗ്രൂപ്പ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആൻഡ് റിസീവ്ഡ്, ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻസ് ഇൻട്രസ്റ്റ് പെയ്ഡും റിസീവ്ഡ്, മാനേജ്മെന്റ് ഫീസും അതൊക്കെ ചെക്ക് ചെയ്യണം. അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യണം. ഇൻട്രാ ഗ്രൂപ്പ് ഇൻഡെറ്റഡ്നെസ് ഒക്കെ ചെക്ക് ചെയ്യണം. ഇതൊക്കെ ഓഡിറ്റർ വെരിഫൈ ചെയ്യണം. അപ്പം പെർമനന്റ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഫസ്റ്റ് ടൈം പ്രിപ്പറേഷൻ മാത്രം വേണ്ടി വരുന്നതാണ് ക്യാപിറ്റൽ റിസർവ്, ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ്, മൈനോറിറ്റി ഇൻട്രസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ഇനി ബാക്കി ഇതൊക്കെ എല്ലാ വർഷവും ചെക്ക് ചെയ്യണം. അതാണ് CFSന്റെ ഓഡിറ്റ് വരുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി വന്നിട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മൊത്തത്തിൽ അക്കൗണ്ട്സും എല്ലാം ചെക്ക് ചെയ്തിട്ട്
അത് അൺഫെയർ വ്യൂ ആണെന്ന് കാണിക്കാന്നുള്ളത്. പക്ഷെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം. ഇപ്പൊ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഫോറിൻ ആയിട്ടുള്ള ആൾക്ക്, നോൺ റെസിഡന്റിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുക, അപ്പൊ അതിനൊക്കെ ഓഡിറ്റർ എല്ലാം ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണെന്ന് പറയുന്ന ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ മാത്രം, ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ മാത്രമാണ് ദാറ്റ് ഇസ് കോൾഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. Auditor is called upon to give a certificate for a special purpose. ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. That would be on a letterhead of an auditor. പിന്നെ auditor should clearly state his limitations and indicate the extent to which he has relied upon technical expert. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള ഓഡിറ്ററിന് ലയബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറയണം ഏതൊക്കെയാണ്, ഇവിടെ വരെയാണ് ആളുടെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്, എന്തിനൊക്കെ ബേസ് ചെയ്താണ് നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് ക്ലിയർലി പറയണം. എക്സാമ്പിൾസ് പറഞ്ഞേക്ക്. ഡിപ്പോസിറ്റ് റിട്ടേൺ സർട്ടിഫിക്കറ്റ്, എബിലിറ്റി ടു റീഫണ്ട് ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെയാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഏരിയ. അല്ലാതെ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഫോർ നോൺ റെസിഡന്റ് പേയ്മെന്റ് കൊടുക്കുക, അതൊക്കെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്റെ എക്സാമ്പിൾസ് ആണ്. എങ്ങനെയായിരിക്കും സർട്ടിഫൈഡ് ടു ദ ബെസ്റ്റ് ഓഫ് നോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു സർട്ടിഫിക്കേഷൻ മാത്രം. ഇനി അതിനകത്ത് എന്തൊക്കെയാണ് ലയബിലിറ്റി എന്നും ടു വാട്ട് എക്സ്റ്റെന്റ് ഓഡിറ്റർ ഈസ് റെസ്പോൺസിബിൾ എന്നുള്ളതും കൂടെ ഒരു ലൈനായിട്ട് ആഡ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സർട്ടിഫിക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ക്ലിയർ പിക്ചർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ബിസിനസ്, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണെന്നൊക്കെ മൊത്തത്തിൽ ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ ഇത് റിട്ടേൺ കൺഫർമേഷൻ ഓഫ് ആക്യുറസി, ഒരു അറ്റസ്റ്റേഷൻ പോലെ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു അറ്റസ്റ്റേഷൻ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഈ ഏരിയയിൽ ഈ സ്പെസിഫിക് പർപ്പസിന് ഓക്കെ ആണെന്നുള്ളത്. പിന്നെ contains opinion of auditor, does not contain any opinion. Just ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ ഒരു ആക്യുറസി മെഷർ ചെയ്യുന്ന ഒരു ഇതാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. May not guarantee correctness of financial statement in absolute terms. നമ്മൾ പറഞ്ഞായിരുന്നു റീസണബിൾ അഷുറൻസേ ഉള്ളൂ. പക്ഷെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പറയുന്ന കാര്യം അബ്സല്യൂട്ട് കറക്റ്റ്നെസ് ആണ് ഓഡിറ്റർ ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ ഫിഗേഴ്സും ആ ഇൻഫർമേഷൻ എല്ലാം കറക്റ്റ് ആണെന്നുള്ള ഒരു അബ്സല്യൂട്ട് അഷുറൻസ് കൊടുക്കുന്നത്. മറ്റേടത്തെന്ന് പറഞ്ഞാൽ റീസണബിൾ അഷുറൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് കൊടുക്കും. സർട്ടിഫിക്കറ്റിൽ അങ്ങനെ സജഷൻസ് ഫോർ ഇംപ്രൂവ്മെന്റ് ജസ്റ്റ് ഒന്ന് സർട്ടിഫൈ ചെയ്യല്ല, അവിടെ സജഷൻസ് ഓഫ് ഇംപ്രൂവ്മെന്റ് അങ്ങനൊന്നും ഒരു പെർസ്പെക്റ്റീവ് വരുന്നില്ല. പിന്നെ കവേഴ്സ് ഓൾ ട്രാൻസാക്ഷൻസ്, പക്ഷെ ഇതോ ജസ്റ്റ് ഒരു സ്പെസിഫിക് പേർപ്പസിന് വേണ്ടി മാത്രം. അതൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഇനിയും വന്നിട്ട് ഇതിനകത്ത് ബ്രാഞ്ച് ഓഡിറ്റർ ഓഡിറ്റ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ കമ്പനി ഓഡിറ്ററിന് കൊടുക്കും, മെയിൻ ഓഡിറ്ററിന് കൊടുക്കും. ഇനി ജോയിന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ big corporates more than one person or firm of chartered accountants are appointed as joint auditor for conducting of audit. ഒരു ഓഡിറ്ററിൽ 2-3 പാർട്ടീസിനെ അവര് ജോയിന്റ് ഓഡിറ്റേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. എന്തിനു വേണ്ടി? ടു ഉണ്ടാവുമല്ലോ, അവിടെ ഒരു കുറെ ടീം ഉണ്ടാവും. പിന്നെ ഷെയറിംഗ് ഓഫ് എക്സ്പെർട്ടൈസ്, ജോയിന്റ് ഓഡിറ്റിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഏതാ? സുപ്പീരിയോറിറ്റി കോംപ്ലക്സസ് അമൗണ്ട്, അതുപോലെ തന്നെ കോസ്റ്റ്ലി ആണ്. ചിലപ്പോൾ കോർഡിനേഷൻ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവർ ഫോളോ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ആയിരിക്കും. സാമ്പിളിംഗ് ഫോളോ ചെയ്യും. സാമ്പിളിംഗിൽ തന്നെ അവര് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും ഒരു ടീം ഫോളോ ചെയ്യുന്നത്. മറ്റേത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, അങ്ങനെ വേറൊരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോ ഇവർ വിചാരിക്കും അവർ ആ ആസ്പെക്ട് നോക്കിക്കോളും, അവർ വിചാരിക്കും അങ്ങനെ. പിന്നെ എന്താ ലയബിലിറ്റി അവർക്ക് ചിലപ്പം അവര് ഇത് അവരുടെ ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഒഴിഞ്ഞു പോകാം. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ പ്രോബ്ലം, ഡിഫിക്കൽട്ടി ഇൻ ഫിക്സേഷൻ ഓഫ് വർക്ക്, അതൊക്കെ മെയിൻലി കോർഡിനേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അൺസർട്ടനിറ്റിയും ഡിവിഷനും ഒന്നും കറക്റ്റ് ആയിട്ട് നടന്നില്ലെങ്കിൽ അപ്പൊ ഒരു കോർഡിനേഷൻ ഉണ്ടാവില്ല. അതൊക്കെയാണ് ജോയിന്റ് ഓഡിറ്റിന്റെ കാര്യങ്ങൾ. കുഴപ്പമില്ല, ആ ഏരിയാസ് ഒക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയാ മതി. അതിനകത്ത് പിന്നെ ഇങ്ങോട്ടോട്ട് ഡിബഞ്ചേഴ്സ്, ഷെയർ ക്യാപിറ്റലിന്റെ പോലെ തന്നെ ഡിബഞ്ചേഴ്സും അതിന്റെ പ്രൊവിഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടോ.
പിന്നെ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് എന്നുള്ളത് അത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഡിബെഞ്ചർ റിഡംഷൻ ഒരു ട്രസ്റ്റിയെ അപ്പോയിന്റ് ചെയ്യുക. അതൊക്കെ ഓഡിറ്റർ കറക്റ്റ്, അതൊക്കെ കമ്പനി കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഓഡിറ്റർ നോക്കുക. ഇനി ആ ഫണ്ടിലുള്ളത് തന്നെ ഒരു ഇത്ര വർഷം കഴിയുമ്പോഴത്തേക്ക് വേറെ ഫണ്ടിലോട്ട് മാറ്റുക എന്നൊക്കെ ഉള്ളതുണ്ടല്ലോ. ഈ ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്യും, അങ്ങനത്തെ ഫണ്ടിലോട്ടൊക്കെ കറക്റ്റ് ആയിട്ട് മാറ്റുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ. പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിന്നെ ഹോസ്പിറ്റൽ വരുന്നുണ്ട്. അപ്പൊ അവിടത്തേക്ക് ഓരോ ഓഡിറ്റും എന്തൊക്കെയാണ് കറക്റ്റ് ആയിട്ട് വൗച്ചേഴ്സ് ഒക്കെ ഏതൊക്കെയാണ് നോക്കേണ്ടത്, എക്സ്പെൻസസ്, അവരുടെ റെസീപ്റ്റ്സ് ഒക്കെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഒക്കെ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ്, ഇതൊക്കെ ഉള്ളു. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടുള്ള പോർഷൻസ്. പിന്നെ ബാങ്ക് ഓഡിറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ഏത് ഷെഡ്യൂൾ ആണെന്നുള്ളത്, തേർഡ് ഷെഡ്യൂൾ ടു ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949, അതാണ് ബാലൻസ് ഷീറ്റ് ഫോളോ. നമ്മുടെ ഷെഡ്യൂൾ 3 ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറയുന്ന പോലെ തേർഡ് ഷെഡ്യൂൾ ടു ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ലാസ്റ്റ് പോർഷൻ ഒക്കെ കുറെ ഈ ഹോസ്പിറ്റലിന്റെ ഓഡിറ്റ്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓഡിറ്റ് ഒക്കെ വായിച്ചിട്ട് അതൊക്കെ സ്വന്തമായിട്ടൊക്കെ എഴുതാനുള്ള ആ ഒരു രീതിയിലാണല്ലോ വരുന്നത്. ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആണല്ലോ. അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അപ്പോ പിന്നെ ഇവിടെ ലോങ് ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് എന്നാ പറയുന്നത്, LFAR, ഓഡിറ്റേഴ്സ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്ങിൽ വരുന്നത് ലോങ് ഫോം ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അങ്ങനെയാ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പേര്. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. എന്നിട്ട് അപ്പൊ അതൊക്കെയാ മെയിൻ ആയിട്ടുള്ളത്. ഏകദേശം 2 ചാപ്റ്റേഴ്സ് ഓഡിറ്റ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 80% കാര്യങ്ങൾ നമ്മൾ ഒക്കെ നോക്കി പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, ചോദിക്കത്തില്ലെന്നല്ല, പക്ഷെ നമുക്ക് റിവിഷൻ ആയതുകൊണ്ട് 2 ദിവസത്തിനുള്ളിൽ തീർക്കേണ്ടത് കൊണ്ടും 4 മണിക്കൂറല്ലേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതാണ് സ്റ്റാറ്റസ്. ഇനിയിപ്പോ എന്താ ക്വസ്റ്റ്യൻസ് നോക്കണോ അതോ മീറ്റിംഗ് എൻഡ് ചെയ്താൽ മതിയോ? ഇനി എന്തെങ്കിലും ഒക്കെ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ തരാം, ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഏതെങ്കിലും നമുക്ക് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇത് നോക്കാം. ആൻസർ നോക്കാതെ ഓഡിറ്റ് റിപ്പോർട്ട് റിഫ്ലെക്ട്സ് ദ വർക്ക് ഡൺ ബൈ, ഇതെല്ലാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വർക്ക് ഡൺ ബൈ. ചാറ്റ് പറയണേ. ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഓഡിറ്റ് റിപ്പോർട്ട് റിഫ്ലെക്ട്സ് ദ വർക്ക് ഡൺ ബൈ, ആരാ പറയട്ടെ? ഷാൻ പറയോ? ആരും ഇല്ലേ? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോയോ? വർക്ക് ഡൺ ബൈ ഓഡിറ്റർ. ഇനി അതുപോലെ ഓഡിറ്റ് പ്രോഗ്രാം ആക്ട് ആസ് എ ഡാഷ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ്. ആൻസർ കാണാൻ അല്ലെ? ചെക്ക് ലിസ്റ്റ്. പിന്നെ അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ദ ഡാഷ് പ്രൊഡക്റ്റ് ഇൻ പ്രൊഡക്റ്റ്. ഓഡിറ്റ് റിപ്പോർട്ട്
Audit report is the final product. Audit reflects the real position of financial status of company. പിന്നെ audit working papers are the record of planning സ്റ്റേജിലാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഓഡിറ്റ് നോട്ട്ബുക്ക് ആക്ട് ആസ് എ എവിഡൻഷ്യൽ ടൂൾ. അപ്പം എല്ലാം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എല്ലാ പാരഗ്രാഫിന്റെ ഒക്കെ ഫസ്റ്റ് ലൈൻ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അവിടുന്ന് കൂടുതലും ഇങ്ങനെ അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നു വേറെ വേറെ വേർഡ്സ് ഒക്കെ ആണെന്ന് തോന്നും, പക്ഷെ കറക്റ്റ് ആയിട്ട് ആ വേർഡ് എന്ന് പറഞ്ഞാൽ അതിന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലൈനൊക്കെ എല്ലാത്തിന്റെ നോക്കണം. ഇതുപോലെ തന്നെ കാറ്റിന്റെ ഇടയ്ക്ക് ഉണ്ടായാൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഓഡിറ്റ് ടെക്നിക്സ്, ഓഡിറ്റ് ചാർട്ടേഡ് വർക്കിംഗ് പേപ്പേഴ്സ് ഫോർ എത്ര വർഷമാണെന്നറിയോ? എത്ര വർഷം വർക്കിംഗ് പേപ്പേഴ്സ് ഒക്കെ റീറ്റെയിൻ ചെയ്യണം? 7 years. പിന്നെ agreeing to the terms of engagements. 230 ഏതാണെന്നറിയോ? SA 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. 530 സാമ്പിളിംഗ്. അപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് പറയാം, ഐ മീൻ ടാബുലർ എല്ലാ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സ് ഒന്നും തന്നിട്ടില്ല, പക്ഷെ അവിടെ ഇവിടെ പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചോണം. 230 ഡോക്യുമെന്റേഷനും 530 സാമ്പിളിംഗും ആണ്. 300 എന്താന്ന് പറയാം? Audit planning. Permanent audit file contains analysis of significant ratios and trends. Current audit file contains audit program. The object of audit is to formulate overall opinion on financial statement. ഇപ്പൊ 8:40 ആയല്ലേ, നിർത്തട്ടെ, മീറ്റിംഗ് എന്ത് ചെയ്യട്ടെ അപ്പം. ഓഡിറ്റിങ് നമ്മൾ 2 ക്ലാസ് കൊണ്ട് ഏകദേശം ഒക്കെ ബാക്കിയൊക്കെ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ശരി. ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു. Good night. Thank you.